ഓക്കെ, നമ്മൾ തൊട്ട് മുമ്പേ മിനിമം മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് അതായത് ഡെറിവേറ്റീവിന്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു. എന്നിട്ട് അടുത്ത പറഞ്ഞ അതിന്റെ ആപ്ലിക്കേഷൻസിന്റെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു തരണം. എക്സാമ്പിൾ പറയുമ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞു കേട്ടാ. അതായത് എന്താണ് നമ്മളൊരു ഇത് ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റായിട്ട് ഒരു ഇച്ചിരി സിമിലറാ. അതായത് നമ്മളൊരു കർവ് വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ കർവ് എങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈൻ ട്രാവേഴ്സൽ, അതായത് എന്താണെന്നായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുമ്പ് ജസ്റ്റ് കുറച്ച് ടേംസ് പറയണ്ട. അതായത് നേരത്തെ മിനിമം മാക്സിമം പറഞ്ഞെടുത്ത് ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. അതായത് ക്രിട്ടിക്കൽ പോയിന്റ്. ബേസിക്കലി എന്താ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് അറിയോ? ക്രിട്ടിക്കൽ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഏത് പോയിന്റ് വെച്ചാണ് നമ്മുടെ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എവിടെയാണ് സീറോ. ഞാൻ ജസ്റ്റ് മുമ്പത്തെ എക്സാമ്പിളിൽ കാണിച്ചു തരാം. ഈ പോയിന്റ് കണ്ടോ, ഇതിലെ ക്രിട്ടിക്കൽ പോയിന്റ് ഏതാ? ഒന്ന് ഈ ലോക്കൽ മിനിമ, ഒന്ന് ഈ ലോക്കൽ മാക്സിമ. അതെന്താ? അത് ഈ ഫംഗ്ഷൻ നോക്ക്. ഈ ഫംഗ്ഷൻ കുറഞ്ഞു 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 വന്ന് ഈ പോയിന്റ് കഴിഞ്ഞ പിന്നാണ് ഇത് കൂടാൻ തുടങ്ങുന്നത്. അങ്ങനെ കൂടി 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 ഈ പോയിന്റ് കഴിഞ്ഞ പിന്നാണ് വീണ്ടും കുറയാൻ തുടങ്ങുന്നത്. അപ്പൊ എന്താണ് നോർമലി പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഫംഗ്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ചേഞ്ചസ് എവിടെയൊക്കെ? ഇവിടെ ഇവിടെ. ഓക്കെ, അങ്ങനെ ഒരു ഫംഗ്ഷനിൽ ഈ പറഞ്ഞതിനോട് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റുന്ന, അല്ലെ വളയ്ക്കുന്ന അങ്ങനത്തെ പോയിന്റ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിക്കും. ചില കേസിൽ ക്രിട്ടിക്കൽ പോയിന്റ് ഡെറിവേറ്റീവ് സീറോ ആവാം. ഓക്കെ, പിന്നെ ക്രിട്ടിക്കൽ പോയിന്റ് റേഞ്ചസിന്റെ അകത്ത് വരാം. ഒക്കെ എന്താന്ന് പറയാം. ഇനി നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഇതിലോട്ട് നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ നോക്ക്. അതായത് ഇതെന്താണ് എന്ന് പറയുന്നതിന് മുമ്പ് ഇത് ഈ ഒരു ഫ്ലോയിൽ പറഞ്ഞു പോയിട്ട് ഞാൻ അവസാനം എത്തിക്കാം. എന്താണ്? ഓക്കെ, അതായത് നമുക്കൊരു ഫംഗ്ഷൻ തന്നെ നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോവാം. y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ടു. നമ്മൾ ഇത്രയും നേരം ഡെറിവേറ്റീവ് എന്തോന്ന് പഠിച്ച്. ആൻഡ് ഓൾസോ ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയാം, ഇത് മനസ്സിലാവണമെങ്കിൽ എന്താണ് നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിന്റെ നോളജ് വേണം. കാരണം എങ്ങനെയാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് കോൺകേവ് ആയിട്ട് വളയ്ക്കുന്നത്, അല്ലെ കോൺകേവ് അപ്പ് ആണോ കോൺകേവ് ഡൗൺ ആണോ, അതെങ്ങനെ വളയ്ക്കുന്നു എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലായിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ടല്ലേ ഇത് മനസ്സിലാവും ടുവേർഡ്സ് ദ ലാസ്റ്റ്. അതുവരെയൊക്കെ കുഴപ്പമില്ല. ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ നമ്മളൊരു ഗ്രാഫ്, അതായത് ഇപ്പൊ ഈ ഒരു ഫംഗ്ഷൻ തന്ന് ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് എന്താണ് ബേസിക്കലി എന്റെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് ഇങ്ങനെ, ഇതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കുക. ഓക്കെ, അല്ലെ അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചു തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞത് ക്രിട്ടിക്കൽ പോയിന്റ്സിന്റെ അകത്താണ് നമ്മൾ ഈ നേരത്തെ കണ്ട ഇതിന്റെ അകത്ത് എന്ത് ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമം ഒക്കെ ഇരിക്കുന്നത്. അത് ക്രിട്ടിക്കൽ പോയിന്റ്സാ. അപ്പം ഈ ലോക്കൽ മിനിമം ലോക്കൽ മാക്സിമയുടെ ഇമ്പോർട്ടൻസ് എന്താ നമ്മൾ പഠിച്ചു. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റിനോട് ഉപകാരമുണ്ട്. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ബേസിക്കലി നമ്മൾ ഈ ഗ്രാഫിൽ ചെയ്യുന്ന എന്താ മീൻസ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ട് അതിന്റെ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന്റെ ഒരു ഗ്രാഫ് നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് തന്നെ വരയ്ക്കാൻ പോവാം. അതാണ് നമ്മൾ ബേസിക്കലി ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ടു എന്നൊരു ഫംഗ്ഷൻ എടുത്തു. ഓക്കെ, ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അതായത് ഈ ഫംഗ്ഷൻ നിങ്ങൾ നോക്ക്, y ഈസ് ഈക്വൽ ടു എന്ത്? എക്സ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ടു. ഈ ഫംഗ്ഷന് ഒരു കുഴപ്പമുണ്ട്. കുഴപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഈ എക്സിന് ഒരിക്കലും -2 ആവാൻ പറ്റൂല. അതെന്താ? കാരണം എക്സ് നെഗറ്റീവ് ഇട്ട് നോക്ക്. അങ്ങനെ ആണെങ്കിൽ മേളിൽ എന്ത് വരും? -2 പ്ലസ് 1 എന്ത് വരും? -1. താഴെ എന്ത് വരും? -2 പ്ലസ് 2 എന്താവും? 0. ഡിനോമിനേറ്റർ 0 വന്ന്. ഡിനോമിനേറ്റർ 0 വന്ന് എന്താ? അൺഡിഫൈൻഡാ. അറിയൂലേ? അതുകൊണ്ട് ഇതിന് -2 മാത്രം ഈ ഫംഗ്ഷന് എക്സിൽ എടുക്കാൻ പറ്റൂല. ബാക്കി ഏത് പോയിന്റിലും പറ്റും. ഓക്കെ, -2 പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ക്ലവർ ആയിട്ടൊരു കാര്യം ചെയ്യാൻ പോവാം. അതായത് നമുക്കിപ്പോ ഒരു നോളജ് ഉണ്ട്, -2 പറ്റൂല. അപ്പൊ എന്ത്? -2 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റിൽ പറ്റൂല. അപ്പൊ ആ പോയിന്റ് എന്തോ ഒരു റെലവൻസ് ഉണ്ട്. ഏത്? ഈ ഫംഗ്ഷന്റെ കേസിൽ മാത്രം. അപ്പൊ എന്താ? -2 എടുക്കാൻ പറ്റില്ല. പക്ഷെ -2 തൊട്ട് മുമ്പോട്ടും -2 തൊട്ട് പുറമോട്ടും പറ്റും. അതെങ്ങനെ? -2 തൊട്ട് മുമ്പത്തെ ഒരു വാല്യൂ ഇട്. എന്ത്? അതായത് -2 തൊട്ട് മുമ്പുള്ള ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ -3. -3 എടുത്താൽ ഇവിടെ സപ്പോർട്ട് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. -2 കഴിഞ്ഞിട്ട് ഒരു വാല്യൂ എടുക്കും, 0 എടുത്താലും ഇത് ഇവിടെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലായി? -2 മാത്രമേ ഇവർ വർക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അതായത് -2 എന്ന് പറഞ്ഞ എക്സാക്ട് പോയിന്റിൽ. പക്ഷെ -2 മുമ്പോട്ടുള്ള എവിടോ, -2 പുറമോട്ടുള്ള എങ്ങോട്ടും ഇത് പറ്റും. മനസ്സിലായ? അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാം. ഇവിടെ രണ്ട് കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാം. -2 മൈനസും -2 പ്ലസും. ഈ -2 മൈനസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താന്ന് ചോദിച്ചാൽ
-2 മുമ്പോട്ട്, അതായത് തൊട്ട് മുന്നിലുള്ള എല്ലാ കാര്യം, അതായത് -2 എക്സാക്ട്ലി -2 അല്ല, പക്ഷെ -2 വളരെ തൊട്ട് മുമ്പുള്ള പോയിന്റ് വരെ. അപ്പൊ വേണേ നിങ്ങൾക്ക് മൈൻഡിൽ തോന്നും -2 വളരെ തൊട്ട് മുമ്പുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ -3 അല്ലെന്ന്. അല്ല, ഈ കാണുന്നത് ഇത് -2 തൊട്ട് മുമ്പുള്ള പോയിന്റ് ആവാം. അല്ല, ഈ കാണുന്നത് ഇത് -2 തൊട്ട് മുമ്പുള്ള പോയിന്റ് ആവാം. അല്ല, ഈ കാണുന്നത് ഇത് -2 തൊട്ട് മുമ്പുള്ള പോയിന്റ് ആവാം. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്പേഴ്സ് ഇൻഫൈനൈറ്റാ, ആൻഡ് ഒരു 2 പോയിന്റ് എടുത്താൽ ആ പോയിന്റിന്റെ ഇടയിലുള്ള നമ്പേഴ്സ് വീണ്ടും ഇൻഫൈനൈറ്റാ. സോ ബേസിക്കലി -2 മൈനസ് എന്ന് പറഞ്ഞാൽ -2 തൊട്ട് മുമ്പ് വരാൻ ഏത് നമ്പറും, അതായത് ഇതോ അല്ലെങ്കിൽ ഇനി ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു 100 സീറോ ഇട്ട് കൊടുത്തെന്ന് വെച്ചാൽ ഇത്ര സീറോയ്ക്ക് വരാം, അത് -2 തൊട്ട് മുമ്പുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെ ഒരു കോൺസെപ്റ്റ്. ഇനി -2 പ്ലസ് എന്ന് പറഞ്ഞൊരു കാര്യം എടുക്കുക. അത് ബേസിക്കലി എന്താ വെച്ചാൽ -2 കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള എല്ലാ പോയിന്റും, അതായത് -2 പറ്റൂല, പക്ഷെ -2 കഴിഞ്ഞ് തൊട്ടടുത്ത പോയിന്റുകൾ അങ്ങോട്ടല്ല. -2 കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ -1 അല്ല, അത് ഇങ്ങനെ ആവാം. -1.99 ആണോ, അല്ലെ -1.9993 അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറോ, അല്ലെ എനിക്ക് വേണമെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരു 100 9 ഇടാം. ഓക്കെ, അതായത് തൊട്ട് മേളിൽ പറഞ്ഞതിന്റെ അതേ കോൺസെപ്റ്റ്. ഓക്കെ, അതായത് ബേസിക്കലി ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താ വെച്ചാൽ -2 മൈനസ് എന്ന് പറഞ്ഞാൽ -2ന്റെ തൊട്ട് മുമ്പുള്ള വാല്യൂസ്. ഓക്കെ, -2ന്റെ തൊട്ട് മുമ്പുള്ള വാല്യൂസ് ആണ്. അതായത് -3 -4 അതൊന്നും അല്ല, -2ന് തൊട്ട് മുമ്പുള്ള വാല്യൂസ്. അതായത് എങ്ങനെ പറഞ്ഞ, അതായത് -2നോട് അടുത്ത് നിൽക്കുന്ന പക്ഷെ -2 അല്ല, -2ന്റെ തൊട്ട് മുമ്പുള്ള വാല്യൂസ്, ഏത് ഇങ്ങനത്തെ വാല്യൂസ്. അതുപോലെ -2 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാ, -2 പ്ലസ് എന്ന് പറഞ്ഞാൽ -2 അല്ല, -2 കഴിഞ്ഞിട്ടുള്ള വാല്യൂ, പക്ഷെ -2 വളരെ അടുത്ത് നിൽക്കുന്ന വാല്യൂ, ഏത് കഴിഞ്ഞിട്ടുള്ള. ഇപ്പൊ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയേ. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ, -2 എടുക്കാൻ പറ്റൂല, പക്ഷെ നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് -2 വരേക്കുള്ള ഏത് നമ്പറോ, അല്ലെ -2 കഴിഞ്ഞിട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരേക്കുള്ള ഏത് നമ്പറും ഇവിടെ സപ്പോർട്ട് ചെയ്യും എക്സില്. പക്ഷേങ്കിൽ -2 മാത്രം സപ്പോർട്ട് ചെയ്തില്ല. എന്താ കാര്യം നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ റേഞ്ച് എക്സാക്ട്ലി എങ്ങനെ വരും? ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, -∞ ടു -2 മൈനസ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ എക്സിന്റെ വാല്യൂല് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് -2ന് തൊട്ട് മുമ്പുള്ള, അതായത് -2 മൈനസ് വരെ, ഓക്കെ, വരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, -2 പ്ലസ് തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരപ്പാ. ഓക്കെ, ഇവിടെ അതായത് ബേസിക്കലി എക്സിന് -2 ആവാൻ പറ്റൂല. -2ന് തൊട്ട് മുമ്പുള്ള, തൊട്ട് കഴിഞ്ഞിട്ടുള്ള, വളരെ അടുത്തുള്ള വാല്യൂകൾ വരെ ആവാം, പക്ഷെ എക്സാക്ട് -2 പറ്റൂല. അപ്പൊ ഇതിന്റെ റേഞ്ച് എന്താ, നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് -2 മൈനസ് വരാം. ഓക്കെ, അതുപോലെ തന്നെ -2 പ്ലസ് തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റിയും വരാം. വേണേ ടെസ്റ്റ് ചെയ്ത് നോക്കണേതാ, ഇതിൽ ഏതെങ്കിലും വാല്യൂസ് ഒക്കെ എടുത്ത് എക്സിന് ഇട്ട് നോക്ക്. ഇത് ഈ ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവത്തില്ല. അല്ല, ഈ വാല്യൂസ് എടുത്ത് എക്സിന് ഇട്ട് നോക്ക്, ഈ വാല്യൂസ് ഒരിക്കലും 0 ആവത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് കിട്ടി, 2 റേഞ്ച് കിട്ടി. ഏതൊക്കെ റേഞ്ച്? ഈ കാണുന്ന -∞ ടു -2 മൈനസ്, -2 പ്ലസ് തൊട്ട് +∞ വരെ. ഈ റേഡി കിട്ടിയേ. ഇനി നമ്മൾ ഈ ഓരോ റേഞ്ച്, നമ്മളിപ്പോ കണ്ടുപിടിച്ച ഓരോ റേഞ്ചുകൾ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് റേഞ്ച് -∞ ടു -2 മൈനസ് എന്ന് പറഞ്ഞ റേഞ്ച് എടുക്കുക. ഏത്? ഇവിടെ അതാ പോട്ടുക, നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ അല്ലേ, ഇതല്ലേ, ഈ ഫംഗ്ഷൻ എന്താ ഇങ്ങോട്ട് എടുത്തു. ഓക്കെ, x+1/x+2 എടുത്ത് അതിൻ്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്ത്, നമ്മളിപ്പോ പറഞ്ഞ റേഞ്ച് എന്താ, -∞ ടു -2 മൈനസ് അല്ലേ. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം -∞ തന്നെ തുടങ്ങാൻ പോവാ. ഈ എക്സിന് വരാം -∞ വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. അപ്പൊ എന്ത് വരും, -∞ പ്ലസ് 1 ഡിവൈഡ് ബൈ -∞ പ്ലസ് 2. ആൻഡ് ഈ -∞ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താ, -∞ തന്നെ. ഇത് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പർ, അത് നെഗറ്റീവ് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള നമ്പറിന്റെ കൂടെ ഒന്ന് കൂട്ടിയാലും എന്തോന്നാ, ഒരു വ്യത്യാസവും ഇല്ല, നെഗറ്റീവ് ഇൻഫൈനൈറ്റ് തന്നെ. അതുപോലെ നെഗറ്റീവ് ഇൻഫൈനൈറ്റ് ആയിട്ട് നമ്പറിന്റെ കൂടെ ജസ്റ്റ് 2 ആഡ് ചെയ്യുന്ന പറഞ്ഞാലും എന്താ, നെഗറ്റീവ് ഇൻഫൈനൈറ്റ് തന്നെ, വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, -∞ ബൈ -∞. ഈ -∞ ബൈ -∞ എന്തോന്നാ, 1. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, എക്സിന് നമ്മൾ -∞ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ഈ y വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ -∞ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക, എന്ത്, -2 മൈനസിന്റെ അടുത്തോട്ട് വന്നോണ്ടേ ഇരിക്കുക. അപ്പൊ ഞാൻ ഇവരുടെ ഇടയിൽ, ഈ റേഞ്ചിന്റെ ഇടയിൽ വരുന്ന വേറൊരു നമ്പർ എടുക്കാൻ പോവാം. എന്തോന്ന്, x = -3. നിങ്ങൾക്ക് ഏത് നമ്പർ എടുത്ത് ഇതിന്റെ ഇടയ്ക്കിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് അതിന്റെ y വാല്യൂസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഞാൻ x = -3 എടുക്കാൻ പോവാം.
ആൻഡ് ഈ എക്സ് ഈക്വൽ ടു -3ക്ക് ഒരു ഇമ്പോർട്ടൻസും ഇല്ല ഇവിടെ. അവര് ജസ്റ്റ് -3 എന്ന് പറയുന്ന ഈ റേഞ്ചിന്റെ അകത്ത് നിൽക്കുന്ന ഒരു നമ്പർ ആയതുകൊണ്ട് മാത്രം ഞാൻ എടുത്തന്നേ ഉള്ളൂ. അല്ലാതെ -3 ഇവിടെ വലിയ സ്പെഷ്യൽ കേസ് ഉള്ള നമ്പർ ഒന്നും അല്ല. ഓക്കെ, എക്സ് ഈക്വൽ ടു -3 എന്ന് പറഞ്ഞ നമ്പർ എടുത്ത്. ആൻഡ് ഈ -3ക്ക് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഈ -3 -2 മൈനസിനോട് അടുത്തിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നും അതെങ്ങനെയെന്ന്. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഈ -∞ വിട്ട് -3 വരെയുള്ള ഗ്യാപ്പ് എന്തോന്നാ, അതായത് അങ്ങ് അറ്റത്ത് കിടക്കുന്ന -∞ വിട്ട് ഇനി ഇപ്പുറത്ത് കിടക്കുന്ന -3 വരേക്കും വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഇനി -3 തൊട്ട് -2 മൈനസ് വരേക്കുള്ള ഗ്യാപ്പ് നോക്ക്, അത് വളരെ ചെറുതല്ലേ. അതായത് ഈ -∞ വിട്ട് -3 വരെ കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഗ്യാപ്പിനെക്കാട്ടിലും എന്തുകൊണ്ട് ഒരുപാട് കുറവാണ് ഈ -3 തൊട്ട് -2 മൈനസ് വരെയുള്ള ഗ്യാപ്പ്. സോ ബേസിക്കലി ഈ -3 എന്ന് പറയുന്ന നമ്പർ -2 മൈനസിന്റെ അടുത്ത് കിടക്കുന്ന നമ്പരാണ്. സോ ഞാൻ വീണ്ടും പറയുന്നു, -3ക്ക് ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. -3 എന്ന് പറയുന്നത് ഇവരുടെ ഇടയിൽ കിടക്കുന്ന നമ്പറാണ് ഈ റേഞ്ചിന്റെ ഇടയിൽ. പക്ഷെ -2 മൈനസിന്റെ അടുത്ത് വന്നു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഇനി ഈ എക്സിന് നമ്മൾ എന്ത് ചെയ്യുക? -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -3 + 1 ഡിവൈഡഡ് ബൈ -3 + 2. അത് നമുക്ക് എന്ത് കിട്ടി? -2 ഡിവൈഡ് ബൈ -1 ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഓക്കെ, അതായത് എക്സിന് -3 ഇട്ട് കൊടുത്തപ്പം നമുക്ക് വൈക്ക് എന്ത് കിട്ടി? 2 കിട്ടി. ഇനി നിങ്ങൾ ഇവിടുന്ന് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചോ? അതായത് എക്സിന് -∞ എന്ത് അങ്ങ് അറ്റത്ത്, -∞ എന്ന് പറഞ്ഞാൽ അറിയാലോ, നെഗറ്റീവിന്റെ അങ്ങ് അറ്റത്ത് ലെഫ്റ്റിൽ കിടക്കുന്ന നമ്പർ ഇന്ന് എക്സിന് ഇട്ട് കൊടുത്തപ്പോ നമുക്ക് കിട്ടിയ 1. ഓക്കെ, അവിടുന്ന് വീണ്ടും ഒരുപാട് ഇപ്പുറത്തുള്ള നമ്പറാണ് -3. അത് ഇട്ട് കൊടുത്തപ്പോ വൈക്ക് കിട്ടിയത് 2. ഇത് ബേസിക്കലി ഈ പറയുന്ന -∞ തൊട്ട് -3 വരെയുള്ള വലിയൊരു ഗ്യാപ്പിൽ y വാല്യൂ കൂടിയേക്കുന്നത് വെറും 1 ന്ന് 2 മാത്രമാണ്. അതായത് എന്ത് മനസ്സിലായതിന്ന്? അങ്ങ് അറ്റത്ത് -∞ എക്സ് വാല്യൂന്ന് ഇങ്ങ് ഓൾമോസ്റ്റ് -2 അടുത്തുള്ള -3 വരെ ഇട്ട് കൊടുത്തപ്പോൾ നമുക്കുണ്ടായ വൈയുടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാ, 1 ന്ന് 2 ആൻഡ് ഓഫ് കോഴ്സ് ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് കൂടിയത്. കാരണം -∞ വൈയുടെ വാല്യൂ 1 ആണെങ്കിൽ -3 വൈയുടെ വാല്യൂ 2 ആയി. 1 ന്ന് ഒരു വാല്യൂ കൂടിയപ്പോഴാണ് 2 ആയത്. കൂടി, പക്ഷെ ആ കൂടിയത് വളരെ പതുക്കെയാ. ഇത് നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് നോക്കി ഒന്ന് ആലോചിച്ച് നോക്കുക. -∞ എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റത്ത് ദൂരെ കിടക്കുന്ന നമ്പറാ. അവിടുന്ന് ഈ -3 വരെ എടുത്തപ്പോൾ ആകെപ്പാടെ വൈ കൂടിയേക്കുന്നത് 1 ന്ന് 2 മാത്രമാണ്. ഒരു സാധനം മനസ്സിലായില്ലേ? ഇനി ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ചേക്കണം. ഈ x+1ഉം x+2 എന്നും ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഇത് പ്ലസ് സിമ്പിൾ ഇവിടെ കിടക്കുന്നത്. റൈറ്റ് സൈഡിൽ കിടക്കുന്നതും ഏത് +1 എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് നമ്പറും ഇവിടെ +2 എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് നമ്പറാണ്. ഇനി ഞാനൊരു കാര്യം പറയാം, നമ്മുടെ റേഞ്ച് എന്തോന്നാ? -∞ തൊട്ട് -2 മൈനസ് വരെ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചിന്തിക്കണം. ഓക്കെ, ഇവിടെ ഈ എക്സിന് നമ്മൾ എത്ര വലിയ -∞ നമ്പർ ഇട്ട് കൊടുത്താലും ഓക്കെ, നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടന്റ് y വാല്യൂ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, y 1 എന്നല്ല പറഞ്ഞാൽ y വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അതിനൊരു കാരണം എന്താ? കാരണം -∞ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു നമ്പറാണ്. അപ്പം വലിയൊരു നെഗറ്റീവ് നമ്പറെ പ്ലസ് ചെറിയൊരു പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒബ്വിയസ്ലി വലിയ നെഗറ്റീവ് നമ്പറേ കിട്ടും. അത് കോമൺ ലോജിക്കാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു -5 ആയിടുന്നതെന്ന് നോക്ക്, എക്സിന് പകരം. ഓക്കെ, എക്സിന് പകരം ഞാൻ ഇവിടെ -5 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം -5a + 1 ഡിവൈഡ് ബൈ -5a + 2 എന്ന് കിട്ടി. നമ്മളിവിടെ ഇവിടെ സൈൻ നോക്കുന്നതിന് പകരം ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്ക്, 5ഉം 2ഉം. ഓക്കെ, 5 ഈ 2നെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 5 എന്ന് പറഞ്ഞൊരു വലിയ വാല്യൂ ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഈ 5ന്റെ സിമ്പിൾ നെഗറ്റീവാ. ഓക്കെ, അപ്പൊ ഈ -5a + 2 എന്ന് പറഞ്ഞ വാല്യൂ എടുത്താൽ നമുക്ക് എപ്പോഴും കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി നമുക്കറിയാവുന്ന ഒരു കോമൺ നോളജ് ആണല്ലോ. അതായത് വലിയൊരു നെഗറ്റീവ് നമ്പറെ പ്ലസ് ചെറിയൊരു പോസിറ്റീവ് നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് നമ്പർ കിട്ടും. അതിനൊരു തർക്കവും ഇല്ലല്ലോ. അതായത് ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എന്ത് എക്സിന് പകരം -3 ഇട്ട് കൊടുത്താൽ തന്നെ എന്താ, ഈ തൽക്കാലം മാഗ്നിറ്റ്യൂഡ് മാത്രം കമ്പയർ ചെയ്യുമ്പോൾ 3ഉം 2ഉം കമ്പയർ ചെയ്യും. 2വിനെക്കാട്ടിലും വലുതാണല്ലോ 3. പക്ഷേ 3യുടെ സൈൻ എന്താ? ഇവിടെ നെഗറ്റീവ് നമ്പറാണ്. അപ്പം -3 + 2 നമുക്ക് എന്ത് ചെയ്താലും നെഗറ്റീവ് നമ്പറേ തരൂ. അതേ അതിന് പറ്റൂ. ഓക്കെ, ഇനി ഈ ഒരു കേസ് നോക്ക്. ഈ ഒരു കേസിൽ എന്താ? -∞ തൊട്ട് -2 മൈനസ് അല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും അറിയാം ഇവിടെ -∞ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്തായാലും
കിട്ടാൻ പോകുന്ന നെഗറ്റീവ് നമ്പേഴ്സാണ്. ആൻഡ് ഈ കാണുന്ന താഴെയും കിട്ടുന്ന നെഗറ്റീവ് നമ്പറാ, മേളിലും കിട്ടാൻ പോകുന്ന നെഗറ്റീവ് നമ്പറാ. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും നെഗറ്റീവ് നമ്പർ വന്നാൽ എന്ത് കിട്ടും? ഒരു പോസിറ്റീവ് നമ്പറേ കിട്ടും. അത് മനസ്സിലായേ? ഇനി ഈ -2 മൈനസിന്റെ അടുത്തോട്ട് വാ, നമ്മുടെ വലത്തെ നമ്പർ അതിലോട്ട് വന്ന ഇവിടെ നോക്ക്. ഞാൻ ഇവിടെ എക്സിന് -2 മൈനസ് ഇട്ട് കൊടുത്ത്. അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഈ -2 മൈനസുകളുടെ വാല്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതാ നോക്ക്, ഇത് അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്, ഇതിനെല്ലാം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ സൈൻ മാത്രം ഒന്ന് അവോയ്ഡ് ചെയ്യും. ഓക്കെ, ഇനി മാഗ്നിറ്റ്യൂഡ് മാത്രം ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യും. ഓക്കെ, ഈ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ എന്താ? ഇത് 2-നെക്കാട്ടി വലുതാ. ഈ മാഗ്നിറ്റ്യൂഡ് നോക്ക്, ഇത് 2-നെക്കാട്ടി വലുതാ അല്ലേ? ഇത് നോക്ക്, ഇതും 2-നെക്കാട്ടി വലുതാ. സോ ബേസിക്കലി ഇവരെല്ലാം 2-നെക്കാട്ടിലും മാഗ്നിറ്റ്യൂഡ് വൈസ് കമ്പയർ ചെയ്യുമ്പോൾ 2-നെക്കാട്ടിലും വലുതാ. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിലും സ്റ്റിൽ ഇവരെല്ലാം 2-നെക്കാട്ടി വലുതാ. അതിന്റെ അവരുടെ എല്ലാം സൈൻ എന്തോന്നാ? നെഗറ്റീവ് നമ്പർ. ഓക്കെ, അപ്പം ഈ റേഞ്ചിനുള്ളിൽ, ഓക്കെ, ഈ റേഞ്ചിനുള്ളിൽ ഏത് നമ്പർ കൊണ്ടുവന്നിട്ട് ഈ എക്സിന് വേണ്ടി നമ്മൾ ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുത്താലും ഓക്കെ, നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു നെഗറ്റീവ് നമ്പറേ ആയിരിക്കും. അതൊരു കോമൺ ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ലോജിക്കാ. ഓക്കെ, കാരണം എന്താ? ഈ എക്സിന്റെ അവിടെ എങ്ങനെ പോയാലും ഒന്നെങ്കിൽ ഈ 2-നെക്കാട്ടിലും വലിയ ഒരു നമ്പറേ വരും. ആൻഡ് അതിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും അല്ലേ? അതുകൊണ്ട് എങ്ങനെ പോയാലും ഈ ഡിനോമിനേറ്ററിന്റെ അകത്ത് ഒരു നെഗറ്റീവ് നമ്പറേ വരും. ഇനി ന്യൂമറേറ്ററിന്റെ കേസ് എടുക്കുക. ന്യൂമറേറ്ററിന്റെ കേസ് എടുത്താൽ സെയിം കേസ്. ഈ എക്സിൽ എങ്ങനെ പോയാലും ഓക്കെ, ഈ 1-നെക്കാട്ടി വലിയൊരു വാല്യൂ വരും. ആൻഡ് ആ വരുന്ന എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആ. എന്നാ ഇത് നോക്ക്, ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് നോക്ക്, 2.00001. ഇത് 1-നെക്കാട്ടി കൂടുതലാന്നേ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്ക്, ഇത് 1-നെക്കാട്ടി കൂടുതലാന്നേ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്ക്, ഇത് 1-നെക്കാട്ടി കൂടുതലാന്നേ. ഇനി ഒരു നെഗറ്റീവ് ഇൻഫിനിറ്റി എടുക്ക്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്ക്, 1-നെക്കാട്ടി ഒരുപാട് കൂടുതലാന്നേ. പക്ഷെ അവരുടെ എല്ലാം സൈൻ എന്താ? നെഗറ്റീവ്. അപ്പം ഡിനോമിനേറ്ററിൽ സംഭവിച്ച അതേ കേസ് തന്നെ. ഏത് നമ്പർ എടുത്താലും ഈ എക്സിന്റെ അവിടെ വരാൻ പോകുന്ന ഈ 1-നെക്കാട്ടി വലിയൊരു വാല്യൂ ആയിരിക്കും വിത്ത് എ നെഗറ്റീവ് സിമ്പൽ. സോ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് നെഗറ്റീവേ കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരുപോലെ നെഗറ്റീവ് കിട്ടാൻ നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് പോസിറ്റീവാ. മനസ്സിലായോ? ഈ ഒരൊറ്റ കാര്യം ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഒന്ന് മൈൻഡ് ചെയ്യാൻ ആലോചിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ വേണം ചിന്തിക്കാൻ. അതായത് ഈ ഒരു റേഞ്ചിനുള്ളിൽ ഞാൻ ഏത് നമ്പർ എടുത്താലും എന്റെ വൈ വാല്യൂ പോസിറ്റീവാ. മനസ്സിലായോ? റേഞ്ചിനുള്ളിൽ ഏതെടുത്താലും എന്റെ വൈ വാല്യൂ പോസിറ്റീവാ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസ് നമ്മൾ പറഞ്ഞല്ലോ, നെഗറ്റീവ് ഇൻഫിനിറ്റിന്ന് -3 വരെ വന്നപ്പം ഉണ്ടായ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചേഞ്ചാ. എന്ത്? y 1-ന്ന് 2-ലോട്ട് ഒന്ന് കൂടി, അത്രേ ഉള്ളു. ഓക്കെ, ഇനി നമുക്കതാ നമ്മുടെ ടുവേർഡ്സ് എൻ പോയിന്റ് എടുക്കാം. നമ്മൾ ആദ്യത്തെ എൻ പോയിന്റ് നെഗറ്റീവ് ഇൻഫിനിറ്റി അല്ലേ ആദ്യം എടുത്ത ഇത്. പിന്നെ ഇവളുടെ ഇടയിൽ നിൽക്കുന്ന റേഞ്ച് അല്ലേ -3 എടുത്ത. ഇനി നമുക്ക് ടുവേർഡ്സ് ദ റൈറ്റ് ലിമിറ്റ് എടുക്കാം, -2 മൈനസ്. ഓക്കെ, ഇവിടെ -2 മൈനസിന് വേണ്ടി ഈ ഒരു നമ്പർ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഞാൻ ആ നമ്പർ എടുത്ത് ഇവിടെ എക്സിന് വേണ്ട സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പൊ എന്ത് കിട്ടി? -2.0 മീൻസ് ആ നമ്പറെ +1 ഡിവൈഡ് ബൈ ആ നമ്പറെ +2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈക്വൽ ടു എന്ത്? -1.0000 up to 1 ഡിവൈഡ് ബൈ, ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, താഴെ ഒരു നെഗറ്റീവ് നമ്പർ ഉണ്ട്. ഓക്കെ, അതെന്തോ ഇടാൻ മിസ്സായി പോയത്. കാരണം ഈ രണ്ട് നമ്പറും ആഡ് ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ എന്തായാലും നെഗറ്റീവ് നമ്പറേ വരും. അത് തന്നെ ഇവിടെ ഇപ്പോൾ നെഗറ്റീവ് നമ്പറാ, ഒരു മൈനസ് സൈൻ വിട്ടു വരാം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? ഇങ്ങനൊരു വാല്യൂ കിട്ടി. ഈ വാല്യൂ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓക്കെ, ഇത് രണ്ടും മേളിലും താഴെയും കിടക്കുന്ന നെഗറ്റീവ് സിമ്പിൾസ് വേണ്ടാന്ന് നമുക്ക് കളയാം. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ നോക്കി എന്താ മേളിൽ നമുക്ക് കിട്ടിയേക്കുന്നത്? എന്താ? 1-നോട് അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ. ഓക്കെ, ഓൾമോസ്റ്റ് ഈക്വൽ ടു 1. പക്ഷെ താഴെ വന്നേക്കുന്ന വാല്യൂ എന്താ? വളരെ ചെറിയൊരു വാല്യൂ. എന്ത്? 0.0000000 എത്രയും സീറോസ് ഉള്ള ഇടയ്ക്ക് സീറോസ് ഉള്ള കഴിഞ്ഞിട്ടൊരു 1 ഉള്ള വളരെ ചെറിയൊരു വാല്യൂ. അത് നമുക്കറിയാം, മേളില് വലിയൊരു വാല്യൂ ഡിവൈഡ് ബൈ താഴെ വളരെ ചെറിയൊരു വാല്യൂ കിട്ടിയാൽ നമുക്ക് കിട്ടാവുന്ന റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു നമ്പർ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അതായത് ഞാനിപ്പം -2 മൈനസിന് വേണ്ടി ഈ ഒരു നമ്പറെ എടുത്തിട്ടുള്ളൂ. ആൻഡ് -2 മൈനസ് എന്ന് പറഞ്ഞാൽ എനി നമ്പർ വരാം. അതായത് -2-ന് തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന ഏതൊരു നമ്പറും എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഒരു 7-8 സീറോയ്ക്ക് വരെ എനിക്ക് 100 സീറോ കൊടുക്കാം.
വേണേ എനിക്ക് 1000 സീറോ കൊടുക്കാം. അപ്പൊ എന്താ അങ്ങനെ കൊടുക്കുമ്പോൾ ആ നമ്പേഴ്സ് അത്രത്തോളം -2 അടുത്ത് കിടക്കുന്ന നമ്പറാ. -2 മൈനസാ. അപ്പൊ ആ നമ്പർ ഇവിടെ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ താഴെ കിട്ടാൻ പോകുന്നത് ഇനിയും വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും വളരെ ചെറിയൊരു വാല്യൂ താഴെ കിട്ടിയാൽ നമുക്ക് കിട്ടാവുന്ന റിസൾട്ടൻ നമ്പർ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു വാല്യൂ, അതായത് ഓൾമോസ്റ്റ് ഇൻഫിനിറ്റി. മനസ്സിലായോ? ഓൾമോസ്റ്റ് ഇൻഫിനിറ്റി. അതായത് ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ, അതായത് നെഗറ്റീവ് ഇൻഫിനിറ്റിന്ന് -3 വന്നപ്പോൾ ഉണ്ടായ ചേഞ്ച് വളരെ കുറവ്, 1 2 ഓക്കെ. പക്ഷേങ്കിൽ ഒരു -3 കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു -2 മൈനസ് എടുത്തപ്പം നമുക്ക് കിട്ടിയ റേഞ്ച് ഇൻഫിനിറ്റി റേഞ്ചാ. അതായത് ബേസിക്കലി ഈ നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് -3 വരെ കൂടിയിട്ടുണ്ട്. 1 2 എന്ന് പറയുമ്പോൾ കൂടിയതല്ലേ, അപ്പൊ കൂടിയിട്ടുണ്ട്. പക്ഷെ അത് വളരെ ചെറുതാണെങ്കിൽ ഈ -3 തൊട്ട് -2 മൈനസ് വരേക്കും അത് കൂടി, ഇൻഫൈനൈറ്റ് ആയിട്ട് കൂടി. അത് ഞാൻ പറയുന്നത് ഈ -2 മൈനസ് എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ മാത്രമല്ല, -2 അടുത്ത് വരാവുന്ന ലെഫ്റ്റിൽ കിടക്കുന്ന ഏത് വാല്യൂ വരാം. അതായത് നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് 100 സീറോ വരെ വരാം. അപ്പൊ എന്താ പറ്റി, അതായത് -2 മൈനസിനോട് അടുത്തോണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ഇടയിലുള്ള സീറോസിന്റെ എണ്ണം ചിലപ്പോൾ അത്രയും കൂടാം. അത്രയും കൂടുമ്പോൾ ഇത് ഇൻഫൈനൈറ്റ് ആവാം. ഇത് ബേസിക്കലി എന്താണ്, നെഗറ്റീവ് ഇൻഫിനിറ്റിന്ന് -3 വരെ എത്തുമ്പോൾ 1 2 വരെ കൂടിയെങ്കിൽ -3 -2 മൈനസിലോട്ട് പോകുമ്പോൾ അത് ഇൻഫൈനൈറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഒരൊറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയത്, അതായത് എക്സ് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് -2 മൈനസ് വരെ എത്തിയപ്പം വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ഇൻഫിനിറ്റി വരെ പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, ആൻഡ് അത് പ്ലസ് ഇൻഫിനിറ്റിയാ. അതെന്താ നമുക്ക് ഉറപ്പായിട്ടും കൺഫേം ചെയ്യാം. കാരണം നമ്മൾ ഏത് വാല്യൂ എടുത്താലും മേളിലോ നെഗറ്റീവ് നമ്പർ ഡിവൈഡ് ബൈ താഴെയോ നെഗറ്റീവ് നമ്പറേ വരും. ഓക്കെ, അപ്പൊ നമുക്കൊരു പോസിറ്റീവ് നമ്പറേ കിട്ടും. സോ റിസൾട്ടൻ നമ്പർ ഓൾവേസ് ഒരു പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് നമ്മുടെ ഈ കേസിൽ എന്താ, വൈയുടെ വാല്യൂ കൂടി പൊക്കൊണ്ടേയിരിക്കുക. സോ അത് എവിടെയും വെച്ചിട്ട് കുറയത്തില്ല. നമുക്കൊരു ധാരണ കിട്ടി. ഓക്കെ, അത് ഇനി കൂടി പൊക്കോട്ടേ ഇരിക്കത്തുള്ളൂ. മനസ്സിലായി? നമുക്കൊരു ഐഡിയ കിട്ടി. ഓക്കെ, അതായത് നെഗറ്റീവ് ഇൻഫിനിറ്റിന്ന് -3 വന്നപ്പം കൂടി, പക്ഷെ വളരെ പതിയെ കൂടിയെങ്കിൽ -3 -2 മൈനസിലോട്ട് എത്തിയപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടി. അത് ഭയങ്കരമായിട്ട് കൂടുന്നത് ഏതൊരു പോയിന്റിലും വെച്ച് കുറയുന്നില്ല. അതിന്റെ കാര്യം എന്താ, കാരണം നമുക്കറിയാം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഓൾവേസ് നെഗറ്റീവ് നമ്പറേ കിട്ടും നമുക്കറിയുന്നുള്ളിൽ. സോ റിസൾട്ടൻ നമ്പർ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് ഈ കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് ഇൻഫിനിറ്റി റേഞ്ചിലാണ്. സോ അതെന്ത് ചെയ്യും, അത് കൂടി പൊക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് നമുക്ക് അതിന് കിട്ടിയൊരു കൺക്ലൂഷൻ. ഇനി നമ്മുടെ സെക്കൻഡ് റേഞ്ച് എഴുതുക. സെക്കൻഡ് റേഞ്ച് എന്തോന്നാ, -2 പ്ലസ് തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ. രണ്ടാമത്തെ റേഞ്ച് നേരത്തെ ചെയ്തതിന്റെ കൂട്ട് തന്നെ അനലൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരത്തെ മറ്റേ ഇത് എല്ലാ റേഞ്ചിലും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തൊട്ട് നമ്മൾ പറഞ്ഞില്ലേ. ഡിനോമിനേറ്ററിലും ഡിനോമിനേറ്ററിലും ഏത് നമ്പർ എടുത്താലും നെഗറ്റീവ് നമ്പറേ വരും, രണ്ടോടെ ചേർന്ന് പോസിറ്റീവ് ആണ്. ഏത് -2 പ്ലസിന്റെ കേസ്. അതുപോലെ ഇവിടെയും ചെയ്യാൻ നോക്കാം. ഇവിടെ എന്താണ്, ഇവിടെ മേളിൽ ന്യൂമറേറ്ററിൽ x+1 ഡിനോമിനേറ്ററിൽ x+2. ഓക്കെ, ഇവിടുത്തെ റേഞ്ച് എന്താ, -2 പ്ലസ് തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരാം. -2 പ്ലസ് എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കും, അതായത് ഇങ്ങനെ വരാം. ഓക്കെ, ഇതാണ് -2 പ്ലസിന്റെ ലുക്ക്. അതായത് -2 റൈറ്റ് സൈഡിലുള്ള എന്നാൽ വളരെ അടുത്തുള്ള വാല്യൂ. ഇതിന്റെ ഇടയ്ക്ക് വേണമെങ്കിൽ എന്താ 1,00,009 വരെ വരാം, അല്ലെ 1,00,008 വരെ വരാം. ഓക്കെ, എത്രത്തോളം എടുക്കുന്നോ അത്രത്തോളം. അതായത് അറിയാലോ നമ്പറിന് ലിമിറ്റ് ഇല്ല. സോ -2 പ്ലസ് എന്ന് പറഞ്ഞാൽ -2 തൊട്ട് റൈറ്റ് സൈഡിലുള്ള വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള വാല്യൂസ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഞാൻ അതിനെ കൊണ്ടുവരിക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ നമുക്ക് ആദ്യം ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യാം. എന്ത്, x+2. ഇവിടെ എൻ്റെ ആദ്യത്തെ റേഞ്ചിലുള്ള -2 പ്ലസ് തൊട്ട് തുടങ്ങുക. -2 പ്ലസ് തൊട്ട് തുടങ്ങിയാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് എന്തോന്നാ, ആക്ച്വലി നോക്കിയ മാഗ്നിറ്റ്യൂഡ്സ് നോക്കുക. ഇത് 1.9999 സംതിങ്. ഇതെത്ര, ഇത് 2-നേക്കാട്ടി ചെറുതാ. ഓക്കെ, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്ക്, ഇതും 2-നേക്കാട്ടി ചെറുതാ. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് നോക്ക്, ഇതും 2-നേക്കാട്ടി ചെറുതാ. ഓക്കെ, അപ്പൊ എന്താണ്, അവര് 2-നേക്കാട്ടി ചെറുതാണ്. മനസ്സിലായി? അവര് 2-നേക്കാട്ടി ചെറുതുമാണ്, അവരുടെ മാഗ്നിറ്റ്യൂഡ് നെഗറ്റീവ് ആണ്. അതായത് നമുക്കൊരു കാര്യം അറിയാം, എ ചെറിയ നെഗറ്റീവ് നമ്പർ പ്ലസ് എ പോസിറ്റീവ് നമ്പർ. ഓക്കെ, അതായത് എ ചെറിയ നെഗറ്റീവ് നമ്പറെ പ്ലസ് എ വലിയ പോസിറ്റീവ് നമ്പർ നമുക്ക് എന്ത് തരും, ഓൾവേസ് ഗിവ്സ് എ പോസിറ്റീവ് നമ്പർ. അതിൽ തർക്കമില്ലല്ലോ.
ഇത് ഞാനിപ്പം എന്താ ഈ -2 + ഏത് വാല്യൂ കൊണ്ടുവിട്ടാലും സപ്പോസ് ഏതാ ഈ ഒരു വാല്യൂ എടുത്തെന്ന് നോക്ക്. ഓക്കെ, ഈ ഒരു വാല്യൂ എടുത്തോണ്ട് വന്നാൽ ഇത് മാഗ്നിറ്റ്യൂഡ് വൈസ് 2-നേക്കാട്ടിലും ചെറുതാ, സൈഡിൽ നെഗറ്റീവാ. അപ്പൊ ഞാൻ അതിനെ ഇവിടെ കൊണ്ടുപോയിട്ടാൽ എനിക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ടന്റ് നമ്പർ എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. കാരണം എന്താ, ഈ -2 ഏത് നമ്പറും ഈ 2-നേക്കാട്ടി ചെറുതായിരിക്കും. മനസ്സിലായോ? 2-നേക്കാട്ടിലും ചെറുത് ബട്ട് വിത്ത് നെഗറ്റീവ് സൈഡ്. സോ ഒരു ചെറിയ നെഗറ്റീവ് നമ്പറെ പ്ലസ് ഒരു വലിയ പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ പോസിറ്റീവ് നമ്പർ കിട്ടും ഡിനോമിനേറ്ററിൽ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, എല്ലാ റേഞ്ചിലും അല്ല. ഓക്കെ, ഒരു -2 തൊട്ട് ഒരു എന്തോന്നാ അങ്ങോട്ട്, അതായത് -2 തൊട്ട് ഏത് റേഞ്ച് എടുത്താലും, ഓക്കെ, -2+ തൊട്ട് ഏത് റേഞ്ച് മുന്നോട്ട് എടുത്തെന്ന് വെച്ചാൽ -2+ ഈ നമ്പേഴ്സ് കഴിഞ്ഞാൽ, ഓക്കെ, ഈ കാണുന്ന ഈ നമ്പേഴ്സ് കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്നത് എന്തോന്നാ, മേ ബി ഒരു -1.5 ആയിരിക്കും, പിന്നെ -1 ആയിരിക്കും, പിന്നെ 0 ആയിരിക്കും, പിന്നെ 1 ആയിരിക്കും, 2 ആയിരിക്കും. സോ ഈ റേഞ്ചിൽ -2+ തൊട്ട് +∞ വരെ ഏത് നമ്പർ എടുത്തിട്ട് നമ്മുടെ ഡിനോമിനേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഡിനോമിനേറ്റർ ഓൾവേസ് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. കാരണം അതിന്റെ കാര്യം എന്താ, ഒരു ചെറിയ നെഗറ്റീവ് നമ്പറെ പ്ലസ് ഒരു വലിയ പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പറേ കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി, ഡിനോമിനേറ്റർ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ന്യൂമറേറ്റർ നോക്ക്. ന്യൂമറേറ്റർ ഞാൻ ഇതേ എന്താ -2+ വാല്യൂസ് കൊണ്ടിട്ട് നോക്ക്. ഓക്കെ, ഇവളുടെ മാഗ്നിറ്റ്യൂഡ്സ് കമ്പയർ ചെയ്യും. ഇത് 1-നേക്കാട്ടി വലുതാ, 2-നേക്കാട്ടി ചെറുതാ, പക്ഷെ 1-നേക്കാട്ടി വലുതാ. ഓക്കെ, അതായത് ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഈ 2-നേക്കാട്ടി ചെറുതാ, പക്ഷെ ഈ ന്യൂമറേറ്ററിൽ കിടക്കുന്ന ഈ 1-നേക്കാട്ടി വലുതാ. ഇത് നോക്ക്, 1-നേക്കാട്ടി വലുതാ. ഇത് നോക്ക്, 1-നേക്കാട്ടി വലുതാ. സോ -2+ റേഞ്ചിൽ വരുന്ന ഏത് നമ്പറുകളും ഇവിടെ കൊണ്ടുവന്നാൽ അത് ഈ 1-നേക്കാട്ടി വലുതാ വിത്ത് എ നെഗറ്റീവ് സിമ്പൽ. സോ ഒരു വലിയ നെഗറ്റീവ് നമ്പർ പ്ലസ് ഒരു ചെറിയ പോസിറ്റീവ് നമ്പർ എടുത്താൽ നമുക്ക് എപ്പോഴും കിട്ടും, നെഗറ്റീവ് കിട്ടും. സോ നമുക്ക് മനസ്സിലായി, ഡിനോമിനേറ്ററിന്റെ കൂട്ടല്ല, ഇവിടെ ന്യൂമറേറ്റർ നെഗറ്റീവ് വരാം. ഓക്കെ, പക്ഷെ ഈ കംപ്ലീറ്റ് റേഞ്ചിൽ വരുമോ? ഇല്ല. അതെന്താ കാരണം? അതായത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. ഇതൊരു സർട്ടൈൻ പോയിന്റ് വരെ ഇവർ നെഗറ്റീവ് ആയിരിക്കും. അതേതാ സർട്ടൈൻ പോയിന്റ്? എക്സ് -1 വരെ. അതായത് എക്സ് -1 വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും? -1 + 1 0, കംപ്ലീറ്റ്ലി y 0 ആയി പോകും. ഓക്കെ, പിന്നെ നമുക്കറിയാം ഇനി -1 കഴിഞ്ഞിട്ടുള്ള നമ്പറുകൾ അങ്ങോട്ട് എടുക്കാൻ നോക്ക്. -1 കഴിഞ്ഞിട്ടുള്ള നമ്പറുകൾ എന്തോന്നാ, -0.9 അല്ലെ -0.001 അങ്ങനത്തെ ഏത് നമ്പർ ഇവിടെ എടുത്ത് നോക്ക്. അങ്ങനെ നോക്കുമ്പോൾ എന്ത് പറ്റും, ആ നമ്പറുകളെല്ലാം 1-നേക്കാട്ടിലും ചെറുതായിരിക്കും. മനസ്സിലായോ? ആൻഡ് നെഗറ്റീവ് സിമ്പിൾ ആയിരിക്കും. അപ്പൊ എന്ത് പറ്റും, ഒരു ചെറിയ നെഗറ്റീവ് നമ്പർ പ്ലസ് ഒരു വലിയ പോസിറ്റീവ് നമ്പർ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും. അതായത് -2+ തൊട്ട് ഓൾമോസ്റ്റ് ഒരു -1 വരേക്കും ഈ ന്യൂമറേറ്റർ നെഗറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? പക്ഷെ അപ്പോഴും ഡിനോമിനേറ്റർ പോസിറ്റീവ്, കാരണം ഡിനോമിനേറ്റർ എപ്പോഴും പോസിറ്റീവാ. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ന്യൂമറേറ്റർ നെഗറ്റീവ് ആവാം. ആ ഒരു റേഞ്ച് വരെ, ന്യൂമറേറ്റർ നെഗറ്റീവ് ആവുന്നതുകൊണ്ട് ഈ വൈയും നെഗറ്റീവ് ആവും. കാരണം ന്യൂമറേറ്ററിലുള്ള നെഗറ്റീവ് നമ്പർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു പോസിറ്റീവ് നമ്പർ വന്നാലേ അതിന്റെ റിസൾട്ടന്റ് എപ്പോഴും നെഗറ്റീവ് നമ്പറേ കിട്ടും. അതായത് ഈ ഫംഗ്ഷൻ -2+ തൊട്ട് ഒരു -1 തൊട്ട് മുമ്പ് വരേക്കും നെഗറ്റീവ് ആയിരിക്കും. -1 എത്തുമ്പോൾ 0 ആവും. പിന്നെ എന്ത് പറ്റും, -1 വലതു ഭാഗത്തുനിന്ന് ഇൻഫിനിറ്റി വരേക്കും പോയാൽ അവര് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ആ ഒരു റേഞ്ച് മനസ്സിലായല്ലോ. അതായത് ഈ ഫംഗ്ഷൻ നേരത്തെ കൂട്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കത്തില്ല. ഫോർ എ സർട്ടൈൻ റേഞ്ച് അവർ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അത് ജസ്റ്റ് അവിടെ വെച്ചിട്ട് നമ്മുടെ ആക്ച്വൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നിടത്തോട്ട് വരാം. നമുക്ക് ഏറ്റവും ആദ്യം ഈ പറഞ്ഞ റൈറ്റ് സൈഡിൽ ലിമിറ്റ് തന്നെ എടുക്കാം, +∞. എക്സിന് വരെ +∞ ഇട്ട് കൊടുത്താൽ വെച്ചാൽ, അപ്പോൾ ∞ + 1 എന്ത് കിട്ടും? ഇൻഫിനിറ്റി. ∞ + 2 എന്തോന്ന് കിട്ടും? ഇൻഫിനിറ്റി. അപ്പൊ ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി 1. സോ എന്ത് മനസ്സിലായി? എക്സിന് +∞ ഇട്ട് കൊടുത്തപ്പം y വാല്യൂ എന്തോന്നേ? 1 കിട്ടി. ഇനി ഞാൻ x4 എന്ന് എടുത്ത് നേരത്തെ പോലെ തന്നെ ഇവിടെ x = 4ന് യാതൊരു വിധ പ്രത്യേകതയില്ല. ഓക്കെ, അവര് ഈ റേഞ്ചിന്റെ അകത്ത് കിടക്കുന്നു എന്നൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആൻഡ് ഈ x = 4 എന്ന് പറയുന്നത് -2+ അടുത്ത. അതിന്റെ കാര്യം എന്താ,
4 തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള ഗ്യാപ്പ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ -2 തൊട്ട് 4 വരെയുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്. സോ ഈ -2 അടുത്ത് കിടക്കുന്ന നമ്പറാ ഈ പറയുന്ന 4 x=4 അത്രേ ഉള്ളൂ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഞാൻ 4 വെച്ചൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഇപ്പോഴും പറയുന്നത് 4 സ്പെഷ്യൽ നമ്പർ അല്ല, ഇവളുടെ റേഞ്ചിന്റെ ഇടയിൽ കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 4 + 1 / 4 + 2 അപ്പോൾ എന്ത് കിട്ടി? 5 / 6 അപ്പോൾ എന്ത് കിട്ടി? 0.833 കിട്ടി. അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായ? ഇത് എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ഇൻഫിനിറ്റി എന്ന് അങ്ങ് അറ്റത്ത് റൈറ്റ് സൈഡിൽ അങ്ങ് അറ്റത്ത് കിടക്കുന്ന പോസിറ്റീവ് ഇൻഫിനിറ്റിന്ന് ഏത് ഈ ലെഫ്റ്റിലുള്ള 4 വന്നപ്പം എന്ത് ചേഞ്ചാണ് നിങ്ങൾ ഇവിടെ കണ്ടേ? ഈ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡില് ഏതാ -2 അടുത്ത് കിടക്കുന്ന 4 അങ്ങ് അറ്റത്ത് ദൂരെ +ഇൻഫിനിറ്റിയിലോട്ട് ചെന്നപ്പം ആകെപ്പാടെ ഉണ്ടായ ചേഞ്ച് എന്താന്ന് നോക്ക്. 0.833 1 കൂടി. ഓക്കെ, ഇതിന് എന്ത് മനസ്സിലായി? അവര് കൂടുന്നുണ്ട്. ഓക്കെ, ഇതിന് നമുക്ക് മനസ്സിലായ കാര്യം എന്താ? അവര് കൂടുന്നുണ്ട്, പക്ഷെ വളരെ പതുക്കെയാണ് കൂടുന്നത്. അത് മനസ്സിലായി? വളരെ പതുക്കെയാണ് കൂടുന്നത്. എന്താ നോക്ക്, കണ്ടേ? x=4 പൈയുടെ വാല്യൂ എന്താന്നാ? 0.833. ഇനി അങ്ങ് അറ്റത്തുള്ള x=ഇൻഫിനിറ്റി എടുത്തപ്പോൾ വൈയുടെ വാല്യൂ എന്താ? 1. ഈ 0.833 ഈ വൈയിലോട്ടുണ്ടായ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ചേഞ്ചാ. ബട്ട് സ്റ്റിൽ അവർ കൂടുന്നുണ്ട്. അത് മനസ്സിലായി? സ്റ്റിൽ അവർ കൂടുന്നുണ്ട്. ഇനി നമ്മുടെ ഈ കാണുന്ന ലെഫ്റ്റിലത്തെ നമ്മുടെ റേഞ്ച് തന്നെ എടുക്കുക, -2+. ഓക്കെ, സപ്പോസ് ഇവിടെ -2+ന് വേണ്ടി ഈ ഒരു നമ്പർ കൺസിഡർ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇതല്ല എക്സാക്ട് -2+, ഏത് നമ്പറും വരാം, ഇതെടുത്തെന്ന് മാത്രം. ഇതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓക്കെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സിന്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു -0.9999 ഒരു പോസിറ്റീവ് നമ്പർ. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അതായത് ന്യൂമറേറ്റർ നെഗറ്റീവ് വരാം ഈ കേസിൽ, പക്ഷെ ഡിനോമിനേറ്റർ ഒരിക്കലും നമുക്ക് ഇവിടെ നെഗറ്റീവ് വരാൻ പറ്റൂലെന്ന്. അപ്പൊ അതേ ഒരു കേസ് തന്നെ ഇവിടെ സംഭവിച്ചാൽ എന്ത്? ന്യൂമറേറ്ററിലെ നെഗറ്റീവ് നമ്പറും ഡിനോമിനേറ്ററിലെ ഒരു പോസിറ്റീവ് നമ്പറും. സോ നെഗറ്റീവ് നമ്പർ ന്യൂമറേറ്ററിൽ വന്ന് അതവിടെ നിൽക്കട്ടെ. ഇത് നോക്ക്, മേളിൽ കിട്ടിയേക്കുന്ന വാല്യൂ 1 അടുത്തുള്ള ഒരു വാല്യൂ, പക്ഷെ ഡിനോമിനേറ്ററിൽ കിട്ടിയേക്കുന്ന വാല്യൂ എന്തോ വളരെ ചെറിയൊരു വാല്യൂ. അതായത് തൊട്ടു മേളത്തെ റേഞ്ചിൽ സംഭവിച്ച അതേ കാര്യം തന്നെ. നമുക്കറിയാം എന്ത്? വലിയൊരു നമ്പറെ ഡിവൈഡ് ബൈ വളരെ ചെറിയൊരു നമ്പർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇൻഫിനിറ്റി ആവും. കാരണം ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പൊ ഇത്രയും 9 ഉള്ളൂ, ഇതിന്റെ ഇടയ്ക്ക് എത്ര 9 വേണമെങ്കിലും വരാം, കാരണം ഇൻഫൈനൈറ്റ് ആണല്ലോ റേഞ്ച്. അപ്പൊ അതിനനുസരിച്ച് എന്തോന്നോ താഴത്തെ നമ്പർ അത്രത്തോളം ചെറുതോ, അപ്പൊ ഈ റൈറ്റിൽ കാണുന്ന അത്രത്തോളം ഇൻഫൈനൈറ്റോ. ആൻഡ് ഇവിടുത്തെ സിമ്പിൾ എന്താ? നെഗറ്റീവ് സിമ്പിൾ ആൻഡ് എന്തൊരു നെഗറ്റീവ് ഇൻഫിനിറ്റി. ഓക്കെ, അതായത് ഇവിടുന്ന് കിട്ടിയൊരു കൺക്ലൂഷൻ എന്തോന്നാ? നമ്മള് -2+ന്ന് 4 പോയി. അപ്പൊ സംഭവിച്ചത് എന്താ? നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു നെഗറ്റീവ് നമ്പറിൽ നിന്ന് എന്ത് ചെയ്ത് y വാല്യൂ 0.833 പോയി. അതായത് ഇൻക്രീസ് ചെയ്തു, പക്ഷെ ഇൻക്രീസ് ചെയ്ത ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട്, അത് ഭയങ്കര വലിയൊരു ഇൻക്രീസാ. അതെങ്ങനെ വലിയ ഇൻക്രീസ് ആണ് മനസ്സിലായത്? അതായത് നെഗറ്റീവ് ഇൻഫിനിറ്റിയെക്കാട്ടിലും വളരെ വലിയ നമ്പറാ 0.833. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് y വാല്യൂ x വാല്യൂ -2+ന്ന് 4 വന്നപ്പോ തന്നെ വൈയുടെ വാല്യൂ നെഗറ്റീവ് ഇൻഫിനിറ്റിന്ന് 0.833 വരെ എത്തി. അതായത് വളരെ വലിയ ചേഞ്ച് സംഭവിച്ചു. പക്ഷേ പിന്നെ x=4 തൊട്ട് x=ഇൻഫിനിറ്റി എടുത്താൽ പിന്നെ സംഭവിച്ച ചേഞ്ച് വളരെ ചെറുതാണ്. ഓക്കെ, അതായത് ബേസിക്കലി എന്താണ്? നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയാൽ ആദ്യം പറഞ്ഞ റേഞ്ച് -2+ തൊട്ട് 4 വരേക്കും വലിയൊരു ഇൻക്രീസും, പിന്നെ 4 തൊട്ട് ഇൻഫിനിറ്റി വരെ വളരെ ചെറിയൊരു ഇൻക്രീസും. ഞാൻ ഇപ്പോഴും പറയുന്നത് ഇവിടെ 4 സ്പെഷ്യൽ നമ്പർ അല്ല. ആൻഡ് മേളത്തെ കേസിൽ ഇവിടെ -3 ഒരു സ്പെഷ്യൽ നമ്പർ അല്ല, ജസ്റ്റ് റേഞ്ചിനുള്ളിൽ എടുത്തതേ ഉള്ളൂ. അപ്പൊ നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ എന്താ? ഇതാ, എന്ത്? x -2+ തൊട്ട് +ഇൻഫിനിറ്റി വരെ പോകുമ്പോൾ y എന്ന് പറയുന്ന -ഇൻഫിനിറ്റി തൊട്ട് 1 വരെ പോകും. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടിയ കൺക്ലൂഷൻസ് എന്തൊക്കെയാ? 2 കൺക്ലൂഷൻസ്. എന്ത്? ഒന്ന് ഈ കാണുന്നതും ഒന്ന് ഈ കാണുന്നതും. ഇനി ഇത് വെച്ച് നമ്മൾ ഗ്രാഫിൽ കൂടെ നടക്കാൻ പോവാം. ഓക്കെ, നമ്മുടെ ലൈൻ ബെൻഡിങ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിന്റെ കോൺസെപ്റ്റിലോട്ട് ഞാൻ ടുവേഴ്സ് എന്റെ അതിന്റെ മീൻസ് ഡെറിവേറ്റീവിന്റെ ഒരു വളയ്ക്കൽ ആ പരിപാടിയൊക്കെ വരും. പക്ഷെ എന്താ ഇനി ആ ഒരു ഗ്രാഫിൽ കൂടെ പോകുമ്പോൾ എങ്ങനെ ഒരു ചേഞ്ച് വരുന്നത് മീൻസ് അല്ലെ നമുക്ക് എങ്ങനെ ഗ്രാഫ് നമുക്ക് ഈ കിട്ടിയ വാല്യൂസ് വെച്ച് വരയ്ക്കാൻ നമ്മളൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു പ്ലോട്ട് എടുക്കുക. ആട്ടെ, ഈ പ്ലോട്ട് എന്താണെന്നറിയോ? ഈ പ്ലോട്ട് എന്താണെന്ന് അറിയത്തില്ല, ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ മേളിൽ വരച്ച ആ റേഞ്ചിനുള്ളിൽ അതേ സാധനം തന്നെ ഈ പ്ലോട്ട്. അതിന് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കാണുന്ന റെഡ് ഡോട്ടഡ് ലൈനും ബ്ലൂ ഡോട്ടഡ് ലൈനും അല്ല ഇതിന്റെ ആക്സിസുകൾ.
ഇതിന്റെ ആക്സിസുകൾ എന്ന് പറയുന്നത് ദാ ഇതും ഇതുമാണ് ഇതിന്റെ ആക്സിസുകൾ. ഓക്കെ, ഈ റെഡ് ഡോട്ടഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്ത്, എക്സ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞ റെഡ് ഡോട്ടഡ് ലൈൻ, ആൻഡ് ഈ ഗ്രീൻ ഡോട്ടഡ് ലൈൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു ഗ്രീൻ ഡോട്ടഡ് ലൈൻ. ഓക്കെ, ഇനി എന്താന്ന് പറഞ്ഞുതരാം. അതായത് ഈ ഗ്രാഫിൽ കാണുന്ന മീൻസ് ഈ പ്ലോട്ടഡ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പേ നമ്മൾ കണ്ടുപിടിച്ച തന്നെ. അതെങ്ങനെയാണ് മനസ്സിലായില്ലേ? ഞാൻ എന്താ ജസ്റ്റ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് വാല്യൂസ് കണ്ടുപിടിച്ചു. ഇനി അതെങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാം. നമുക്കെല്ലാം അറിയാം ഏതാ ഈ ഗ്രാഫിന്റെ ഇങ്ങ് അറ്റം. ഓക്കെ, അങ്ങ് അറ്റത്തോട്ട് പോയി നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ്, ഇങ്ങ് അറ്റത്തോട്ട് പോയി പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ്. അതുപോലെ ഈ മേളിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോസിറ്റീവ് ഇൻഫിനിറ്റി, ഈ താഴെ ഇങ്ങോട്ട് വന്ന എന്ത്, നെഗറ്റീവ് ഇൻഫിനിറ്റി. ഇത്രയും നമുക്കറിയാവേ. തൽക്കാലത്തേക്ക് ഇവിടെ ഉണ്ട് നെഗറ്റീവ് 10 തൊട്ട് 10ഉം ഇവിടെ നെഗറ്റീവ് 10 തൊട്ട് പോസിറ്റീവ് 10 വരെ തൽക്കാലത്തേക്ക് റേഞ്ച് ഇട്ടേക്കുന്നത്. കാരണം ക്യാൻവാസിൽ നമുക്ക് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയും ഇവിടെ പോസിറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ നയിക്കാൻ പറ്റൂലല്ലോ. പക്ഷെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ടല്ലോ, അങ്ങ് അറ്റം ഒരുപാട് പോയ നെഗറ്റീവ് ഇൻഫിനിറ്റി, അങ്ങ് അറ്റം വലത്ത് ഒരുപാട് പോയ പോസിറ്റീവ് ഇൻഫിനിറ്റി. അതുപോലെ ഇങ്ങ് മേളിൽ ഒരുപാട് പോയി കഴിഞ്ഞാൽ പോസിറ്റീവ് ഇൻഫിനിറ്റി, ഇനി താഴെ ഒരുപാട് താഴെ വന്നാൽ നെഗറ്റീവ് ഇൻഫിനിറ്റി. ഇത്രയും നമുക്കറിയാമല്ലോ. അതുപോലെ ഈ റെഡ് ഡോട്ടഡ് ലൈൻ ആണ് നമ്മുടെ എക്സ് ഈക്വൽ ടു -2. ഓക്കെ, ഈ ഗ്രീൻ ഡോട്ടഡ് ലൈൻ ആണ് നമ്മുടെ y ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈന്. ഈ ലൈൻസ് എന്തിനാ വരച്ചതെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞൊരു കാര്യം എന്താ, അതായത് നമ്മുടെ എക്സ് വാല്യൂന് ഒരിക്കലും -2ൽ തൊടാൻ പറ്റൂല. ഓക്കെ, എക്സിന് ഒരിക്കലും നമ്മുടെ -2 ആവാൻ പറ്റത്തില്ല. കാരണം എന്താ, എക്സ് -2 ആയ ഡിനോമിനേറ്റർ 0 ആവും, ഡിനോമിനേറ്റർ 0 ആയ അൺഡിഫൈൻഡ് ആയി പോകും. സോ എക്സ് cannot be -2 at any cost. ഓക്കെ, അതുകൊണ്ടല്ലേ നമ്മൾ -2 മൈനസ് -2 പ്ലസ് കൊടുത്തത്. -2 മൈനസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അടുത്തായിട്ട് വരുന്നൊരു വാല്യൂസ്, അതായത് -2ന് ലെഫ്റ്റില് പക്ഷെ -2ന്റെ വളരെ അടുത്ത്. -2 പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, -2ന്റെ റൈറ്റ് സൈഡ് ഉള്ള വാല്യൂ പക്ഷെ -2ന് വളരെ അടുത്ത്. ഓക്കെ, അത് മനസ്സിലായല്ലോ. അതാ ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, എന്തും വരാം. ഓക്കെ, എന്തും വരാം. അത് മനസ്സിലായല്ലോ. അത്രയും മനസ്സിലാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇതാ നോക്ക്, നമ്മള് നമ്മുടെ ഗ്രാഫിൽ പറഞ്ഞ എന്തോന്നാ, അതായത് നമ്മള് മീൻസ് ഗ്രാഫ് അല്ല, ഫസ്റ്റ് ഇന്റർവെല്, അതായത് എക്സ് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് -2 മൈനസ് വരെ വരുമ്പം, അതായത് എന്ത്, ഇങ്ങ് അറ്റത്തുള്ള നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് ഇവിടം വരെയുള്ള -2 മൈനസ് വരെ വരുമ്പം നമ്മുടെ y വാല്യൂ എങ്ങനെയാ മാറുന്നത്, y ഈക്വൽ ടു 1 തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. ആൻഡ് ആ y വാല്യൂസ് ആണ് ഈ ബ്ലൂ ഡോട്ടഡ് ലൈൻ. ഓക്കെ, എങ്ങനെയെന്ന് മനസ്സിലായില്ലല്ലേ? പറഞ്ഞുതരാം. അതായത് എക്സ് എന്താണ്, നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് -2 മൈനസ് വരെ അല്ലേ. അതായത് കണ്ടേ, നമ്മളുടെ ഇങ്ങ് അറ്റത്ത് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് -2 മൈനസ് വരെ ഇവിടെ വരെയുള്ള വാല്യൂ എടുക്കുമ്പോൾ നമ്മുടെ y വാല്യൂ എന്താ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്, y ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി വരെയുള്ള റേഞ്ചാ. അതാ നോക്ക്, അങ്ങ് അറ്റത്ത്. ഓക്കെ, അങ്ങ് അറ്റത്തുള്ള ഒരു വാല്യൂ. ഓക്കെ, സപ്പോസ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ ഈ വൈയുടെ വാല്യൂ എന്താ, ഓൾമോസ്റ്റ് ഈ കാണുന്ന ഗ്രീൻ ലൈനിന്റെ അടുത്ത് കിടക്കുമല്ലേ. അല്ലെങ്കിൽ ഈ ഗ്രീൻ ഡോട്ടഡ് ലൈൻ എന്താ, y ഈക്വൽ ടു 1. കണ്ട് ഇവിടെ നോക്ക്, ഒരു -10 തന്നെ നമ്മുടെ y വാല്യൂ എന്താ, -9.9 കിട്ടുന്നത്. അല്ല, 1.125 കിട്ടുന്നത്. ഓക്കെ, അതായത് അങ്ങ് നെഗറ്റീവ് ഇൻഫിനിറ്റിയുടെ ആ ഒരു സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ y എന്ന് പറഞ്ഞ വാല്യൂ എന്താ, 1 ആണ്. ഓക്കെ, നമുക്കിവിടെ നെഗറ്റീവ് ഇൻഫിനിറ്റി കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് ഈ -10 വരെ വന്നപ്പോ വേണ്ട, y ഈക്വൽ ടു 1ന് ചെറിയൊരു ഡീവിയേഷൻ ഉണ്ട്, എന്നാലും സ്റ്റിൽ എന്ത്, 1നോട് അടുത്ത് കിടക്കുക. അത് നോക്കി, ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ഈ ഗ്രീൻ ഡോട്ടഡ് ലൈൻ അടുത്ത് കിടക്കുമല്ലേ. എവിടം വരെ, ഇതാ നോക്ക്, ഈ ഒരു പോയിന്റ് വരെ, അല്ലെങ്കിൽ ഇതാ പറഞ്ഞ ഈ ഒരു പോയിന്റ് വരെ അവർ ഓൾമോസ്റ്റ് അടുത്താന്ന് പറയാം. ഓക്കെ, സ്റ്റിൽ ഈ പോയിന്റിൽ y എന്ന് പറഞ്ഞാൽ 1.328 പക്ഷെ y 1 എന്ന് പറഞ്ഞ ലൈനിനോട് അടുത്ത് കിടക്കുമല്ലേ. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി, ഇവിടം തൊട്ട് ഇവിടം വരെ അവർ ഓൾമോസ്റ്റ് 1. ഓക്കെ, വളരെ പതിയുള്ള ചേഞ്ചാ. പിന്നെന്താ, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു അത്യാവശ്യം ചേഞ്ച് നമ്മൾ കണ്ട് അല്ലേ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് നല്ലൊരു ചേഞ്ച് നമ്മൾ കണ്ട് അല്ലേ. ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ട് അതിഭീകരമായിട്ടൊരു ചേഞ്ച് നമ്മൾ കണ്ട്. എക്സാക്ട്ലി ഇതേ സാധനം നമ്മൾ അവിടെ പറഞ്ഞു വെച്ച. ഓക്കെ, നമ്മൾ അവിടെ എടുത്ത നമ്പർ എന്താ, -3. ഓർമ്മയുണ്ടോ, നമ്മൾ പറഞ്ഞ എന്താ, -3ല് എക്സ് ഈക്വൽ ടു -3ല് y എന്തോന്നോ 2 ആവും. ഇതല്ലേ നമ്മൾ അവിടെ പറഞ്ഞേ. ഈ പ്ലോട്ട് നോക്ക്, എക്സ് ഈക്വൽ ടു -3ല് വൈയുടെ വാല്യൂ എന്തോന്നാ, 2. എക്സാക്ട് വാല്യൂ. ഓക്കെ, അതായത് ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ y വാല്യൂസിനെ പ്ലോട്ട് ചെയ്തുകൊണ്ട് വന്നാൽ കിട്ടുന്നതാ. ഓക്കെ, ഇനി
പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, -3 തൊട്ട് എന്ത് -2 മൈനസ് വരെ പോകുമ്പോഴത്തേക്ക് ഇൻഫൈനൈറ്റ് ആയിട്ടാവുന്നു. കാരണം നോക്ക്, ഈ പോയിന്റ് തൊട്ട് പിന്നെ എങ്ങോട്ടാ കൂടുന്നത്, ഭീകരമായിട്ട് കൂടി പോവല്ലേ, മേലോട്ട് ഭയങ്കരമായിട്ട് റൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എത്ര മേളിൽ പോയാലും ഈ എന്താണ് വൈക്ക് റെഡ് ഡോട്ടർ ലൈനിൽ തൊടാൻ പറ്റത്തില്ല. മനസ്സിലായി? ഈ ബ്ലൂ ഡോട്ടർ ലൈനിൽ ഈ ബ്ലൂ ലൈനിൽ റെഡ് ഡോട്ടർ ലൈനിൽ തൊടാൻ പറ്റത്തില്ല. കാരണം എങ്ങാണം ഈ ബ്ലൂ ലൈനിൽ റെഡ് ഡോട്ടർ ലൈനിൽ തൊട്ട് പോയാല് ആ പോയിന്റില്, ആ തൊടുന്ന പോയിന്റില് ആ ബ്ലൂ ലൈനിന്റെ എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ -2 ആയിരിക്കും. തീർന്നു, അൺഡിഫൈൻഡ് ആയി പോയി. അതായത് ബേസിക്കലി ഇവൻ ഇവിടുന്ന് 1ന്ന് പതിയെ പതിയെ കൂടി ഓൾമോസ്റ്റ് ഇവിടം വരെ വളരെ പതുക്കെ കൂടി, പിന്നെ ഇങ്ങനെ കൂടാൻ തുടങ്ങി, ഇവിടം വരെ പിന്നെ ചെറുതായിട്ട് നൈസായിട്ടൊന്ന് കൂടി, പിന്നെ ഭയങ്കരമായിട്ട് കൂടി മേലോട്ട് പോകുന്നുണ്ട്. പക്ഷെ എത്ര കൂടിയാലും ഇവൻ ഇതിൽ തൊടാൻ പറ്റത്തില്ല. ഓക്കെ, തൊടാതെ ചേർന്ന് പോകാനേ പറ്റൂ. ചിലപ്പോൾ നമുക്ക് ഒരുപാട് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നും അവര് തൊട്ടെന്ന്, പക്ഷെ സ്റ്റിൽ അവരെ കൊണ്ട് തൊടാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഇടയിൽ എങ്ങനെ പോലും വളരെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അവരുടെ ഇടയിൽ എങ്ങനെ പോലും ഒരു ചെറിയ ഗ്യാപ്പ് കാണും. ചിലപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റാത്ത ഒരു മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഗ്യാപ്പ് കാണും. ഓക്കെ, ഇത് എത്ര മേളിലോട്ട് ഇൻഫിനിറ്റിയിലോട്ട് പോയാലും. ഓക്കെ, അതായത് ജസ്റ്റ് ഇവിടെ നോക്ക്, ഇവിടെ ഇവർ തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്, കണ്ടോ? അതിനെക്കാട്ടി കുറവ് ഇവർ തമ്മിൽ ഇവിടെ ഉള്ള ഗ്യാപ്പ്, അതിനെക്കാട്ടി കുറവാണ് ഇവിടെ ഉള്ള ഗ്യാപ്പ്. ഏത്? ഈ ബ്ലൂ ലൈനും ഈ റെഡ് ഡോട്ടഡ് ലൈനും. അതിനെക്കാട്ടി കുറവ് ഇവിടെ ഉള്ള ഗ്യാപ്പ്, അതിനെക്കാട്ടി കുറവ് ഇവിടെ ഉള്ള ഗ്യാപ്പ്. അപ്പൊ മേ ബി നിങ്ങൾക്ക് തോന്നാം അങ്ങനെ കുറഞ്ഞ് അങ്ങ് ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ അവർ കൂട്ടിമുട്ടുന്നു. ഒരിക്കലും മുട്ടാൻ പറ്റത്തില്ല. ഇതിനോട് തൊട്ട് ചേർന്ന് പോവാന്നേ പറ്റൂ, ഒരിക്കലും തൊടാൻ പറ്റില്ല. എന്ത് തൊട്ട് ചേർന്ന് അടുത്തൂടെ പോകാനേ പറ്റും, ഒരിക്കലും തൊടാൻ പറ്റത്തില്ല. ഓക്കെ, അതേ കേസ് തന്നെ അതായി താഴോട്ടും. ഇവിടെ കണ്ടോ, ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്, -2 എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് എന്താ കിട്ടിയത്, നമ്മുടെ അടുത്ത റേഞ്ച്, രണ്ടാമത്തെ റേഞ്ചിൽ ഈ താഴത്തെ കേസ് എന്തോന്നാ, നമ്മുടെ എക്സിന്റെ റേഞ്ച് എന്തോന്നാ, എക്സിന്റെ റേഞ്ച് എന്തോന്ന് നോക്കിയാല് വേണ്ടേ, -2 തൊട്ട് +∞ വരെ. ഈ -2 എന്തോന്നാ, -2 എന്താന്ന് ചോദിച്ചാൽ ബേസിക്കലി ഈ -2 ലൈനിന്റെ റൈറ്റ് സൈഡിലുള്ള എന്നാൽ വളരെ അടുത്ത് കിടക്കുന്ന ഒരു വാല്യൂ. അപ്പം എക്സിന്റെ റേഞ്ച് ഈ -2 തൊട്ട് ഈ ഇൻഫിനിറ്റി വരെ പോകുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എന്താ, വൈയുടെ വാല്യൂ എന്ത് പോകും, ഓക്കെ സോറി, വൈയുടെ വാല്യൂ -∞ 1 വരെ പോകും. അതല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്, -∞ 1 വരെ. ഈ ബ്ലൂ ലൈൻ നോക്കി, ഈ ബ്ലൂ ലൈൻ കയറി വന്നിടുന്ന അങ്ങ് താഴെ -∞ വേണ്ട പോയി 1 പോയിക്കൊണ്ടിരിക്കുക. ഇത് തന്നെയല്ലേ നമ്മൾ കണ്ടത്. അതായത് നമ്മൾ എന്താണോ എക്സാക്ട്ലി അവിടെ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂസ് നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുക. ആൻഡ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ താഴെയും ഇവർ തമ്മിൽ ഒരിക്കലും തൊടത്തില്ല. കാരണം തൊട്ടുപോയ ഈ ബ്ലൂ ലൈനിന്റെ തൊടുന്ന പോയിന്റിലെ എക്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആവും. എപ്പോൾ നെഗറ്റീവ് ആവുന്നോ തീർന്നു, ഒരു അൺഡിഫൈൻഡ് ആയി പോകും. അപ്പൊ എന്ത് പറ്റും, അങ്ങ് താഴെ -∞ വരെ പോലും അവർ തമ്മിൽ തൊടാൻ പറ്റത്തില്ല. അവർ തമ്മിൽ മൈന്യൂട്ടായിട്ട് ഗ്യാപ്പുകൾ കാണും. ആ ഗ്യാപ്പ് സ്റ്റിൽ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതായത് നോക്ക്, ഇവിടുള്ള ഗ്യാപ്പിനെ, അതായത് ഇവിടുള്ള ഗ്യാപ്പിനെക്കാട്ടിലും കുറവല്ല ഈ താഴെയുള്ള ഗ്യാപ്പ്, അതിനുള്ള ഗ്യാപ്പിനെക്കാട്ടിലും കുറവല്ല ഇവിടെ ഉള്ള ഏത് റെഡ് ഡോട്ടർ ലൈനും ബ്ലൂ ലൈനും, അതിനുള്ള ഗ്യാപ്പിനെക്കാട്ടിലും കുറവല്ലേ. അപ്പൊ വേണേ തോന്നാം അങ്ങ് താഴെ -∞ പോകുമ്പോൾ അവർ തമ്മിൽ തൊടൂലേന്ന്, തൊടത്തില്ല, തൊടാൻ പറ്റത്തില്ല. ആൻഡ് അങ്ങനെ തൊടാൻ പറ്റാത്തതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് മീൻസ് അസിംപ്റ്റോട്ട് എന്ന് വിളിക്കുന്നത്. അതെന്താന്ന് പറയാം. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ ഈ ബ്ലൂ ലൈൻ വന്ന് ഈ ഗ്രീൻ ലൈനിൽ മെർജ് ചെയ്യും. ഓക്കെ, അതെന്താ കാര്യം, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കണ്ടേ, ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ, ഓക്കെ, എക്സ് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ y 1 ആവുമെന്ന്. അപ്പൊ എന്ത് പറ്റും, ഇത് ഇങ്ങനെ പോയി എക്സ് അങ്ങ് അറ്റത്ത് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് എത്തുമ്പം ഈ ബ്ലൂ ഈ y = 1 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ ഒന്നും ആയിട്ടില്ല. നോക്ക്, ഇവിടെ സ്റ്റിൽ 9.13, 9.15, 9.16 എന്നൊക്കെ ഉള്ളു. കാരണം ഇത് എക്സ് 10 ആ. നമ്മൾ പറഞ്ഞത് എന്താ, എക്സ് +∞ വേണം. സോ അവരങ്ങ് അറ്റത്ത് +∞ ചെല്ലുമ്പോൾ അവര് 1 തൊടും. അതായത് അത്രയും വലിയ നമ്പർ എത്തുമ്പോൾ അവര് മെർജ് ചെയ്ത് പൊക്കോളും. ആൻഡ് ഇവിടുത്തെ കേസ് നോക്ക്, ഇവിടെ 1 അവര് വന്നോണ്ടേയിരിക്കുന്നത്. അതെന്താ, അത് നമ്മൾ പറഞ്ഞ എന്താ, ഫസ്റ്റിന്റെ കേസ്. അതായത് എക്സ് -∞ ആയിരിക്കുമ്പോ y എന്തോന്നാണ്, 1 ആണ്. നോക്ക്, ഇത് എക്സ് എന്താ ഇങ്ങ് അറ്റത്ത് -∞, അപ്പൊ വൈയുടെ വാല്യൂ എന്താ, 1. ഓക്കെ, പിന്നെന്താണ് 1 ഇങ്ങനെ കൂടി ഇവിടെ വരെ എത്തിയിട്ട് പിന്നെ ഡ്രാസ്റ്റിക്കലി ഭയങ്കര കൂടക്കുമല്ലോ. ഇവിടെ എന്താ, ഇവിടെ നമ്മൾ പ്ലോട്ടിൽ കണ്ട അതേ സാധനം തന്നെ, താഴേന്ന് ഭയങ്കരമായിട്ടൊരു കൂടക്കം കൂടി എവിടം വരെ, ഇവിടം വരെ. നമ്മുടെ നേരത്തെ കേസ് എന്തോന്നായിരുന്നു,
എക്സ് ഈക്വൽ ടു 4. ഓക്കെ, എക്സ് ഈക്വൽ ടു 4 അല്ലേ ആൻസർ ചെയ്തേ. അത് തന്നെ ഇവിടെ നോക്ക്, വേണ്ടേ ഇങ്ങ് അറ്റത്ത് എക്സ് ഈക്വൽ ടു -2 പ്ലസ്, ഓക്കെ എക്സ് ഈക്വൽ ടു -2 പ്ലസ് തൊട്ട് എക്സ് ഈക്വൽ ടു 4 വരെ എടുത്തപ്പം വൈ കുത്തനെ ഒരു ഒറ്റ കയറക്കം കയറി വന്നതാ ഇവിടം വരെ. പക്ഷെ ഇനി അങ്ങോട്ട് 4 തൊട്ട് ഇൻഫിനിറ്റി വരെ എന്തോന്നാ വളരെ കുറവാ ആ റൈസ്. ഇതാണ്ട് നോക്ക്, ഇവിടെ ഈ ഗ്രീൻ ലൈനും ബ്ലൂ ലൈൻ, ഗ്രീൻ ഡോട്ടർ ലൈനും ബ്ലൂ ലൈനും തമ്മിലുള്ള ഡിഫറൻസിനെക്കാട്ടിലും കുറവാണ് ഇവിടെ ഉള്ളത്, അതിനെക്കാട്ടിലും കുറവാണ് ഇവിടെ ഉള്ളത്. ഒക്കെ നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. പക്ഷെ അവരൊരിക്കലും ഇതിന്റെ കൂട്ട് നല്ലൊരു വലിയ ഗ്യാപ്പുകളല്ല ഉണ്ടാക്കുന്നത്, വളരെ ചെറിയ ചെറിയ ഗ്യാപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് തന്നെ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു വെച്ചത്, സെയിം തിങ്. അതായത് നമ്മൾ എന്താണോ കണ്ടുപിടിച്ച് വെച്ചത് അതേ കാര്യം തന്നെയാണ് അവിടെ വരച്ചു വെച്ചേക്കുന്നത്. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ നോക്ക്, നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് -2 മൈനസ് വരെ വരുമ്പം എന്ത് 1 തൊട്ട് ഇൻഫിനിറ്റി വരെ പോകും. അതല്ലേ സംഭവിച്ചേക്കുന്നത്. അങ്ങ് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് -2 മൈനസ് വരെ വന്നപ്പം y വാല്യൂ 1 തൊട്ട് ഇൻഫിനിറ്റി വരെ കയറിപ്പോയി. ആൻഡ് പിന്നെ നമ്മൾ അവിടെ കണ്ടൊരു കാര്യം എന്താ, -ഇൻഫിനിറ്റി തൊട്ട് 3 വരെ ഉണ്ടാകുന്ന റൈസ് വളരെ ചെറുതാ, 1 2 വളരെ ചെറുതാ. പക്ഷേങ്കിൽ -3 തൊട്ട് -2 മൈനസ് വരെ ഉണ്ടാകുന്ന ചേഞ്ച് ഭയങ്കര ഡ്രാസ്റ്റിക്. എന്ത് ഈ 2 ഇൻഫിനിറ്റി വരെ. അത് തന്നെയല്ലേ തന്നെ ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ നോക്ക്, നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് -3 വരെ ഉള്ള ചേഞ്ച് വളരെ ചെറുതാ. എന്ത് വേണ്ടേ ഈ ബ്ലൂ ലൈനിന്റെയും ഗ്രീൻ ലൈനിന്റെയും ഇടയിൽ തമ്മിലുള്ള ഗ്യാപ്പ് നോക്കുക, അവർ വളരെ ചെറുതായിട്ട് കൂടി കൂടി വരുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഇവിടം വരെയും. പക്ഷെ ഈ -3 തൊട്ട് -2 മൈനസ് വരെ ആ ഗ്യാപ്പ് നോക്ക്, കൂടി 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 ഉണ്ട്, ഭയങ്കര വലിയ ഗ്യാപ്പാ. കണ്ടോ ഈ ബ്ലൂ ലൈനും ഗ്രീൻ ഡോട്ടർ ലൈനും തമ്മിൽ. മനസ്സിലായില്ല? ഇതേ കേസ് തന്നെ നമ്മൾ അപ്പുറത്തുള്ള റേഞ്ചിൽ സംസാരിച്ച ഏത് -2 പ്ലസ് തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള റേഞ്ചിൽ. അതായത് കണ്ടേ -2 പ്ലസ് തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ പോകുമ്പോൾ, അതായത് -2 പ്ലസ് തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ എക്സ് പോകുമ്പോൾ വൈയുടെ വാല്യൂ എങ്ങനെ മാറുന്നെന്നാ പറഞ്ഞത്, y നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് 1 വരെയോ ആണ്. നോക്ക് ഈ ബ്ലൂ ലൈൻ പോകുന്ന എങ്ങനെ, ഇങ്ങ് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് കയറി 1 വരെ. നമ്മൾ അവിടെ എടുത്ത ഒരു ഇന്റർമീഡിയറ്റ് വാല്യൂ എക്സ് ഈക്വൽ ടു 4. അവിടെ നമ്മൾ കണ്ടത് എന്താ, -2 പ്ലസ് തൊട്ട് 4 വരെയൊക്കെയുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാ. നെഗറ്റീവ് ഇൻഫിനിറ്റി ഇന്ന് 0.833 വരെ കൂടി, പക്ഷെ 4 പ്ലസ് ഇൻഫിനിറ്റിയിലോട്ടുള്ള ഇൻക്രീസ് വളരെ ചെറുതാ. അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത്. കണ്ടേ ഇങ്ങ് -2 പ്ലസ് തൊട്ട് 4 വരെ നോക്കുമ്പോൾ ആ വൈയുടെ ചേഞ്ച് ഏതാ കുത്തനെ ഇവിടെ വരെ കയറി വന്നിട്ട് പിന്നെ അവരുടെ ചേഞ്ച് വളരെ കുറവ്. ഇതാ നോക്ക്, ഇവിടെ ഈ ബ്ലൂ ലൈനും ഈ ഡോട്ടർ ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ഒന്ന് താഴെ അല്ലേ, ഭയങ്കര അല്ലേ. ആ ഡിഫറൻസ് വേണ്ട, ഭയങ്കര കൂടുതലാ ഇവിടം വരെ. പിന്നെ അവര് പയ്യെ കൂടി പോകുന്നേ ഉള്ളൂ. ഇത് തന്നെയല്ലേ നമ്മൾ ഇപ്പോഴും കണ്ട സെയിം സാധനം. ഓക്കെ, അത്രേ ഉള്ളു. ഇപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി പറഞ്ഞല്ലോ അസിംപ്റ്റോട്ട്. എന്താന്ന് വെച്ചാൽ ബേസിക്കലി ഇതേ കാര്യം തന്നെ. ഈ ബ്ലൂ ലൈൻ ഈ റെഡ് ഡോട്ടർ ലൈൻ എവിടെയെങ്കിലും തൊടാൻ പറ്റുമോ? ജന്മം ചെയ്താൽ തൊടാൻ പറ്റത്തില്ല. മനസ്സിലായോ? താഴെ നോക്ക്, ഇവിടെ ഈ ഒരു ഇന്റർവെല്ലിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, അതായത് ഇങ്ങറ്റം നമ്മുടെ ആദ്യത്തെ ഇന്റർവെല്ല് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് -2 മൈനസ് വരേക്കും നമ്മുടെ y വാല്യൂ എന്താ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഓക്കെ, ഇവിടം വരെ വളരെ പതുക്കെ കൂടുന്നുള്ളൂ. പിന്നെ ഡ്രാസ്റ്റിക്കലായിട്ട് കൂടുവാനേലും അവര് കൂടിക്കൊണ്ടിരിക്കുക എന്നാ ആന്നേ, അത് തർക്കമില്ല. രണ്ടാമത് ഈ പറയുന്ന -2 പ്ലസ് തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരേക്കും ഇവിടെയും y വാല്യൂ കൂടിക്കൊണ്ടേ ഇരിക്കുകയല്ലേ. അതായത് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ഭയങ്കരമായിട്ട് കൂടുന്നതും പിന്നെ വളരെ പതുക്കെയാന്നേലും കൂടിക്കൊണ്ടേ ഇരിക്കുകയാന്നേ. ഓക്കെ, അവിടെയും തർക്കമില്ലേ. അപ്പൊ എന്താണ് ബേസിക്കലി ഈ കാണുന്ന എക്സ് ഈക്വൽ ടു -2 എന്ന് പറയുന്ന എക്സാക്ട് പോയിന്റിന്റെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മുടെ എന്തോന്ന് y ഈക്വൽ ടു x+1 ഡിവൈഡ് ബൈ x+2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൂടിക്കൊണ്ടിരിക്കുക. അതിൽ ഒരു സംശയമില്ലല്ലോ. കാരണം ആ എക്സ് ഈക്വൽ ടു -2 എന്ന് പറയുന്ന സിംഗിൾ പോയിന്റിന്റെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മുടെ ഫംഗ്ഷൻ y ഈക്വൽ ടു x+1 ബൈ x+2 എന്ന് പറയുന്ന ഫംഗ്ഷൻ കൂടിക്കൊണ്ടേയിരിക്കുക. അപ്പൊ എന്താണ് രണ്ടിടത്തും കൂടുന്നുണ്ട്. ഓക്കെ, ആകെപ്പാടെയുള്ള ഒരു പ്രശ്നം എന്താ, ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി സംഭവിച്ചു അവിടെ എക്സ് ഈക്വൽ ടു -2 ഓക്കെ, അതായത് എന്ത് ഡിസ്കണ്ടിന്യൂറ്റി, ഇതാ കണ്ണു വന്നു തന്നെ നോക്ക്. ഈ 1 പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരുന്ന ഗ്രാഫ് -2 എന്ന് പറഞ്ഞ സിംഗിൾ പോയിന്റിൽ കഴിഞ്ഞ് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് 1 കയറി. അതായത് ശ്രദ്ധിച്ച് നോക്കുക, അതായത് എക്സ് -ഇൻഫിനിറ്റി തൊട്ട് -2 വരെ വരുന്ന സമയത്ത് y
1ന്ന് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു സിംഗിൾ പോയിന്റ് x=-2 എന്ന് പറയുന്ന സിംഗിൾ പോയിന്റ് തൊട്ട് മുമ്പ് വരേക്കും എന്ത് y 1ന്ന് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ -2 എന്ന് പറയുന്ന പോയിന്റിന് തൊട്ട് കഴിഞ്ഞിട്ട് എന്ത് അത് പെട്ടെന്ന് -ഇൻഫിനിറ്റിന്ന് 1ലോട്ട് സ്വിച്ച് ചെയ്തു. മനസ്സിലായി? അതായത് ചേഞ്ച്. അതൊരു ഡിസ്കണ്ടിന്യൂറ്റി. ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായത് ഏത് പോയില്ല x=-2. അതായത് ബേസിക്കലി പറഞ്ഞാൽ x=-2 ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. ഓക്കെ, ആ ഐഡിയ കിട്ടില്ല. ഇനി നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും എടുക്കുക. അതെന്താന്ന് പറയാം. നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. എന്തില്? നമ്മുടെ ആദ്യത്തെ റേഞ്ചിൽ. എന്ത് റേഞ്ച്? നമ്മുടെ റേഞ്ച് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കുക. d/dx ഓഫ് x+1/x+2, അതായത് dy/dx. അതെടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്ത് ലാസ്റ്റ് എല്ലാം ചെയ്തെടുത്താൽ 1/x+2 എന്ന് കിട്ടും. നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഡിനോമിനേറ്ററിൽ 1/x+2 ഇവിടെ ഞാൻ എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്തെന്ന് വെക്ക്. ഓക്കെ, എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുത്താലും, എക്സിനൊരു നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുത്താലും, എക്സിനൊരു പോസിറ്റീവ് നമ്പർ ഇട്ട് കൊടുത്താലും, എന്ത് നമ്പർ ഇട്ട് കൊടുത്താലും ഡിനോമിനേറ്റർ സ്റ്റിൽ പോസിറ്റീവ് ആയിരിക്കും. അതിന്റെ കാരണം എന്താ? ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇപ്പൊ എക്സിന് സപ്പോസ് -3 ഇട്ട് കൊടുത്താൽ -3+2 എന്ന് പറഞ്ഞാൽ -1 വരും, -1 എന്ന് പറഞ്ഞാൽ 1 വരും. സോ എങ്ങനെ പോയാലും ഈ ഡിനോമിനേറ്റർ പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് നമുക്കറിയാം ന്യൂമറേറ്ററിൽ കിടക്കുന്ന 1 ഓൾവേസ് ഒരു പോസിറ്റീവ് ആണ്. സോ നമ്മൾ ഈ ഫംഗ്ഷന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഏത് പോയിന്റിൽ എക്സ് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ ഏത് പോയിന്റിൽ എടുത്താലും ഓക്കെ എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവിടെ പോസിറ്റീവ് വാല്യൂ കിട്ടും. പക്ഷെ -2 എടുക്കാൻ പറ്റില്ല. ഇവിടെ -2 എടുത്താൽ എന്താ പറ്റും? 0 ഇപ്പോ സ്ലോപ്പ് പോലും അൺഡിഫൈൻഡ് ആയിപ്പോ. അതായത് വെർട്ടിക്കലി നിൽക്കും. മനസ്സിലായി? കുത്തനെ നിൽക്കും. സ്ലോപ്പ് ഫ്ലാറ്റ് ആയിട്ട് നിന്നാൽ സ്ലോപ്പ് 0 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്ലോപ്പ് വെർട്ടിക്കലി കുത്തനെ നിന്നാലോ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത്, അത് അൺഡിഫൈൻഡ് ആയിപ്പോ എല്ലാ പോയിന്റിലും വരും. മനസ്സിലായ? അതിവിടെ സംഭവിക്കും. ഇപ്പൊ എന്താ മനസ്സിലായി? എക്സിന് നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും y പോസിറ്റീവ് ആയിരിക്കും. മീൻസ് y' പോസിറ്റീവ് ആയിരിക്കും. y' പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തോന്നാ? ആ ഫംഗ്ഷൻ എല്ലായിടത്തും ഇൻക്രീസ് ചെയ്തോണ്ടിരിക്കുക. അതിന്റെ അത് സത്യമാണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എന്ത്? നോക്ക് ഇവിടെ എന്താ സംഭവിക്കുന്നത്? നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് ഈ പറയുന്ന നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാത്ത -2 വരെയുള്ള പോയിന്റ് വരെ നോക്ക്. അതാണ്ട് ഈ ബ്ലൂ ലൈൻ റൈസ് ചെയ്തോണ്ടിരിക്കില്ലേ, കൂടിപ്പോയിക്കൊണ്ടേയിരിക്കല്ലേ. ഓക്കെ, അതായത് 1ന്ന് +ഇൻഫിനിറ്റിയിലോട്ട് ഷൂട്ടപ്പ് ചെയ്യില്ലേ. അതുപോലെ ആ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് കഴിഞ്ഞിട്ട് തൊട്ട് അടുത്ത x=∞ വരെയൊക്കെ എന്താ സംഭവിക്കുന്നത്? അതാണ്ട് നെഗറ്റീവ് ഇൻഫിനിറ്റിന്ന് ഷൂട്ടപ്പ് ചെയ്ത് 1ലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതായത് ഇവിടെയും ഫംഗ്ഷൻ കൂടിക്കൊണ്ടിരിക്കുക, ഇവിടെയും ഫംഗ്ഷൻ കൂടിക്കൊണ്ടിരിക്കുക. സോ ബേസിക്കലി ഡെറിവേറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫംഗ്ഷൻ എല്ലായിടത്തും കൂടിക്കൊണ്ടേ ഇരിക്കുക എന്ന അർത്ഥം. ആൻഡ് അത് നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് സക്സസ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറയുന്നത് എന്താ? എല്ലായിടത്തും പോസിറ്റീവ് ആണ്. അത് നമ്മൾ തൊട്ട് മുമ്പേ വിഷ്വലി കണ്ടുള്ളത് എല്ലായിടത്തും പോസിറ്റീവ് ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഓക്കെ സക്സസ് ആയി, കറക്റ്റ് ആണ്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുക്കുക. അതായത് ഈ കാണുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവിനാണ് ഡെറിവേറ്റീവ്. അതെടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടും? ഇത് കിട്ടും. എന്ത്? -2/x+2 ഇതിനൊരു പ്രശ്നമുണ്ട്. ഇതിന് മറ്റേനോട്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ പറ്റൂല. ഓക്കെ, മറ്റേനോട്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ പറ്റൂല. കാരണം എന്താ? ഒന്നാമത്തെ കാര്യം, മേളിലൊരു നെഗറ്റീവ് നമ്പർ വന്നിട്ടുണ്ട്, താഴെ ഒരു ക്യൂബാ വന്നേക്കുന്നത്. ക്യൂബ് നെഗറ്റീവ് നമ്പർ ആവില്ലെങ്കിൽ നെഗറ്റീവ് നമ്പറിന്റെ ക്യൂബ് നെഗറ്റീവ് നമ്പർ തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്ക്, -∞ തൊട്ട് -2 വരേക്കും. -2 എന്ന് നമുക്ക് പറയാൻ പറ്റൂല, -2 ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. -2 ആ. അതായത് നമ്മുടെ ആദ്യത്തെ റേഞ്ച് ഏത്? നമ്മുടെ ഈ കാണുന്ന റേഞ്ച്, നമ്മുടെ ഏറ്റവും ആദ്യം എടുത്ത 2 റേഞ്ചസ് ഉണ്ടല്ലോ, ഇതിലെ ഈ ഫസ്റ്റ് റേഞ്ചിൽ എടുക്കുമ്പോൾ നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തോന്നാ? ഓക്കെ, നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ഒരു നെഗറ്റീവ് നമ്പർ ഡിവൈഡ് ബൈ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അതെങ്ങനെ കിട്ടും? അതെങ്ങനെയെന്ന് ചോദിച്ചാൽ കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ മതി. അതായത് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്താണ്? -2/x+2 ഓക്കെ, ഇതിന്റെ അകത്തോട്ട് എന്റെ റേഞ്ച് എന്തോന്നാ? നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് -2 വരെ. ഇവിടെ ഒരു -2 ഉണ്ട്, മറന്നുമില്ലേ? ഞാൻ ഇതിന്റെ ഇടയിൽ ഏത് നമ്പർ ഇവിടെ ഇട്ട് കൊടുത്താലും ഓക്കെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, സൈൻ അല്ല മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എക്സിനെക്കാട്ടി വലുതായിരിക്കും.
എങ്ങനെ വന്നെന്ന് കുറച്ച് മുമ്പ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ വന്നെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് മുമ്പ് വന്നിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് എക്സിനെക്കാട്ടിലും ഈ പറയുന്ന എക്സിന്റെ മാഗ്നിറ്റ്യൂഡ് 2-നെക്കാട്ടിലും വലുതായിരിക്കും. ഓക്കെ, പക്ഷേ എങ്കിൽ സൈൻ നെഗറ്റീവ് സിമ്പിൾ ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റും? ഒരു നെഗറ്റീവ് വലിയ നമ്പറെ നെഗറ്റീവ് വലിയ നമ്പറെ പ്ലസ് ഒരു പോസിറ്റീവ് ചെറിയ നമ്പർ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും നെഗറ്റീവ് നമ്പറേ കിട്ടും. സോ ഇതിന്റെ അകത്ത് കിടക്കുന്നത് ഓൾവേസ് ഫോർ ദിസ് റേഞ്ച് നമുക്കൊരു നെഗറ്റീവ് നമ്പറേ കിട്ടും. അതിന്റെ നെഗറ്റീവ് നമ്പറിന്റെ ക്യൂബ് നമുക്ക് എന്ത് തരും? ഒരു നെഗറ്റീവ് നമ്പറേ തരും. സോ ഈ ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന എന്താണ്? -2, ഒരു നെഗറ്റീവ് നമ്പർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ വരുന്ന പുതിയ എന്തോന്ന്? നെഗറ്റീവ് നമ്പർ. നെഗറ്റീവ് നമ്പർ ഡിവൈഡ് ബൈ നെഗറ്റീവ് നമ്പർ നമുക്ക് എന്ത് തരും? പോസിറ്റീവ് നമ്പർ. ഓക്കെ, അതായത് ഞാൻ ഇത് വളരെ തൊട്ട് മുമ്പേ പറഞ്ഞോളൂ, അതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതായത് ഇവിടെ ഞാൻ ഈ റേഞ്ചിൽ -∞ ഇട്ട് -2 മൈനസ് വരെ ഏത് വാല്യൂ എടുത്തിട്ട് ഈ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലും ആ വാല്യൂന്റെ എല്ലാത്തിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ 2-നെക്കാട്ടി വലുതായിരിക്കും. ഓക്കെ, അതായത് ഈവൻ ദോ -2 മൈനസിന്റെ വരെ വാല്യൂ എന്തോന്ന് അതാ നോക്ക്. ഇതാ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ? ഇത് 2-നെക്കാട്ടി വലുതാ, ഇത് 2-നെക്കാട്ടി വലുതാ, ഇത് 2-നെക്കാട്ടി വലുതാ. ഓക്കെ, സോ ഞാൻ ഇനി ഈ റേഞ്ചിൽ ഞാൻ ഏത് നമ്പർ എടുത്താലും ആ നമ്പർ എടുത്തിട്ട് ഇവിടെ ഈ എക്സിൽ ഇട്ട് കൊടുത്താൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ 2-നെക്കാട്ടി വലുതായിരിക്കും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഇതിന്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. സോ ഒരു വലിയ നെഗറ്റീവ് നമ്പറെ പ്ലസ് ഒരു ചെറിയ പോസിറ്റീവ് നമ്പർ നമ്മൾ എപ്പോൾ ആഡ് ചെയ്താൽ നമുക്ക് നെഗറ്റീവ് നമ്പർ കിട്ടും. നെഗറ്റീവ് നമ്പറിന്റെ ക്യൂബ് നെഗറ്റീവ് നമ്പർ തരും. അപ്പൊ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നെഗറ്റീവ് നമ്പറായി, റിസൾട്ടന്റ് ഒരു പോസിറ്റീവ് നമ്പറായി. സോ ഈ ഒരു റേഞ്ചിൽ എങ്ങനെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവേ കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവിന്റെ അർത്ഥം എന്തോന്നാ? അവര് കോൺകേവ് അപ്പ് എന്നാ. ഓക്കെ, ഇവിടെ തൊട്ടാണ് ലൈൻ ബെൻഡിങ്ങിന്റെ കോൺസെപ്റ്റ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എങ്ങനെ കോൺകേവ് അപ്പ് കൊണ്ടുവന്നു എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല. അത് വളരെ കിടിലമായിട്ട് ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതാ പാർട്ടെന്ന് ഞാൻ മെൻഷൻ ചെയ്തിട്ടേക്കാം. നാണ്ട നോക്ക്, ഇനി ആ പറഞ്ഞ ശരിയാണെന്ന് നോക്ക്. എന്താ ഈ കോൺകേവ് അപ്പ്? നമ്മൾ പറഞ്ഞെന്താ? ഈ റേഞ്ച് തൊട്ട് ഈ റേഞ്ച് വരേക്കും കോൺകേവ് അപ്പ് ചെയ്യുവാന്ന്. ഇതാ നോക്ക്, ഇതെങ്ങനെ വളഞ്ഞ് മേലോട്ട് പോലെ. അതായത് ഈ മോഷൻ ഇങ്ങനെ വളഞ്ഞ് ഈ മേലോട്ട് പോകുന്നതിനെ കോൺകേവ് അപ്പ് എന്ന് വിളിക്കുന്നത്. ഈ പോയിന്റിന് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഇൻക്രീസ് അല്ലല്ലോ നടക്കുന്നത്, ഇങ്ങനെ കണ്ടേ ഒരു കോൺകേവ് ഷേപ്പിലല്ലേ വളയുന്നത്. ആ കോൺകേവ് എങ്ങനെയാ? ഇതാ വളഞ്ഞ് മേലോട്ടാ. ഓക്കെ, ഇത് നമ്മുടെ ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റിൽ എന്താ കോൺകേവ് അപ്പെന്നും കോൺകേവ് ഡൗണെന്നും ക്ലിയർ കണ്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്താ പറയുന്നത്? ഈ -∞ തൊട്ട് -2 മൈനസ് വരെയുള്ള റേഞ്ചിലേക്കും നമ്മുടെ ഗ്രാഫ് കോൺകേവ് അപ്പാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് പറഞ്ഞ കറക്റ്റ് അല്ലേ? നമ്മൾ വിഷ്വലി നോക്കിയാൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഇത് കോൺകേവ് അപ്പ് ചെയ്യുവാന്നല്ലേ. ഓക്കെ, ഇനി അടുത്ത റേഞ്ച് നോക്ക്. -2 പ്ലസ് തൊട്ട് +∞ വരെ. ഇവിടെ -2 പ്ലസ് ഉണ്ട്, അതായത് എന്താ ഇവിടെ -2 പ്ലസ് ഉണ്ട്, അതായത് നമ്മുടെ സെക്കൻഡ് റേഞ്ച് -2 പ്ലസ് തൊട്ട് +∞ വരെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്ക്. ഇവിടെ നമ്മൾ ഏത് നമ്പർ എടുത്താലും ഓക്കെ, ഏത് നമ്പർ എടുത്ത് ഇവിടെ എക്സിൽ ഇട്ട് കൊടുത്താലും ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഓൾവേസ് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, നിങ്ങളെ കോമൺ സെൻസിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനിവിടെ -2 പ്ലസ് എന്ന് പറഞ്ഞ നമ്പർ എടുത്ത്, ഈ -2 പ്ലസ് എന്താ? ഇതാ, ഇത് 2-നെക്കാട്ടിലും ചെറുതാ മാഗ്നിറ്റ്യൂഡ് വൈസ്. ഇതും 2-നെക്കാട്ടി ചെറുതാ മാഗ്നിറ്റ്യൂഡ് വൈസ്. ഇതും 2-നെക്കാട്ടി ചെറുതാ മാഗ്നിറ്റ്യൂഡ് വൈസ്. സോ -2 പ്ലസ് എന്ന് പറഞ്ഞ ഏത് നമ്പർ എടുത്താലും ഇത് 2-നെ വെച്ച് നോക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് വൈസ് ചെറുതാ. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിന്റെ അകത്ത് ഈ കാണുന്ന സെക്കൻഡ് ഡെറിവേറ്റീവില് ഇവിടെ ഒരു ഈ എക്സ് എന്ന് പറയുന്നത് ഈ കാണുന്ന 2-നെക്കാട്ടിലും ഒരു ചെറിയ നമ്പർ വരും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നെഗറ്റീവ് ആയിരിക്കും. സോ ഈ ചെറിയ നെഗറ്റീവ് നമ്പർ പ്ലസ് വലിയ പോസിറ്റീവ് നമ്പർ നമുക്ക് എന്ത് തരും? ഒരു പോസിറ്റീവ് നമ്പർ തരും. പോസിറ്റീവ് നമ്പറിന്റെ ക്യൂബ് എന്താ? പോസിറ്റീവ് നമ്പർ തന്നെ. സോ മേളിലൊരു നെഗറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ താഴെ ഒരു പോസിറ്റീവ് നമ്പർ നമുക്ക് എന്ത് തരും? നെഗറ്റീവ് തരും. സോ ഇതിൽ ഏത് റേഞ്ച് എടുത്താലും നമുക്ക് കിട്ടാൻ പോകുന്ന നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും, അതായത് <0. സെക്കൻഡ് ഡെറിവേറ്റീവ് <0 എന്താ? ഗ്രാഫ് കോൺകേവ് ഡൗൺ ആയിരിക്കും. പറഞ്ഞു ശരിയാണോ? എന്താ? അതാണ്ട് നോക്ക്, ഇത് കോൺകേവ് ഡൗൺ ചെയ്തല്ലേ, കൂടുന്നുണ്ട്. അതേ ഫസ്റ്റ് ഡെറിവേറ്റീവ് പറയുന്നുണ്ട് ഇവര് കൂടുവാണ്, പക്ഷെ ആ കൂടുന്നത് കോൺകേവ് ഡൗൺ ആ.
കണ്ടോ, കോൺകേവ് ഡൗൺ ആയിട്ടായിരിക്കുന്നത്. ഓക്കെ, എന്താണ് ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. സോ ബേസിക്കലി എന്താണ്, നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും ജയിച്ചു. ഓക്കെ, അതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഫംഗ്ഷൻ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യമല്ലേ? ഈ രണ്ട് ഇന്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ റൈസ് ചെയ്തുകൊണ്ടിരിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് പറയുന്നത് എന്താ, അവർ കോൺകേവ് അപ്പും കോൺകേവ് ഡൗണും ആണ്. അതും സത്യമല്ലേ? ഓക്കെ, അപ്പം ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും പാസ്സായി. ഓക്കെ, ഇനി ഞാൻ ബേസിക്കലി ഒരു കാര്യം പറയട്ടെ. ഇപ്പം കുറെ പേർക്കും സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും, എന്തിനാ ഈ ഫംഗ്ഷൻ എടുത്തത്, എന്തിനാ ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്, എന്തിനാ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുത്തത്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുത്തത്, നമുക്ക് ഓൾറെഡി മനസ്സിലായല്ലോ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാ പിന്നെ എന്തിനാ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുക്കാൻ പോയത്, എന്തിനാ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുക്കാൻ പോയത്? എന്ത്, ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാനായിട്ടാ? പറഞ്ഞു തരാം. അതായത് ബേസിക്കലി പറഞ്ഞ എനിക്ക് ഈ പറഞ്ഞ എന്താണ് ഫംഗ്ഷന്റെ മൊത്ത വാല്യൂം കണ്ടുപിടിച്ച് മൊത്ത വാല്യൂം കുത്തിയിരുന്ന് കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ പ്ലോട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, നമുക്ക് ഈ ഫംഗ്ഷൻ നോക്കിയാൽ നമുക്ക് ആദ്യം എന്ത് മനസ്സിലായി, എക്സ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇത് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറ്റി, -∞ തൊട്ട് +∞ വരെയുള്ള റേഞ്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് -∞ തൊട്ട് -2 മൈനസ് വരെ, -2 പ്ലസ് തൊട്ട് +∞ വരെയുള്ള റേഞ്ച് ആകാം. അപ്പൊ നമുക്ക് കിട്ടി രണ്ട് റേഞ്ച് കിട്ടി. അത് നമ്മൾ അനലൈസ് ചെയ്ത് നമുക്ക് ഇനി എന്ത് കിട്ടി, നമുക്ക് രണ്ട് റേഞ്ച് കിട്ടിയല്ലോ. ആ രണ്ട് റേഞ്ചിൽ കൂടെ നമുക്ക് എത്ര വാല്യൂ ഉണ്ട്, 4 വാല്യൂ. എന്തൊക്കെ ആ 4 വാല്യൂ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ -∞, -2 മൈനസും, അതുപോലെ -2 പ്ലസും +∞. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബേസിക്കലി ഈ 4 പോയിന്റ്സിലെ വാല്യൂസ് കണ്ടുപിടിക്കാം. ഈ 4 പോയിന്റ്സിലെ y വാല്യൂസ് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഇവിടെ 1 കിട്ടി, ഇവിടെ ഇൻഫിനിറ്റി കിട്ടി, അതുപോലെ ഇപ്പുറത്ത് എന്ത് കിട്ടി, -∞ കിട്ടി, 1 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഫസ്റ്റ് ഇന്റർവെൽ, അതായത് -∞ തൊട്ട് -2 മൈനസ് വരേക്ക് എത്തിയപ്പം നമ്മുടെ എന്ത് y വാല്യൂ എന്ന് പറയുന്നത് 1 ഇൻഫിനിറ്റിയിലോട്ട്, അതുപോലെ -2 പ്ലസ് തൊട്ട് ഇൻഫിനിറ്റി വരെ പോകുമ്പോൾ നമ്മുടെ y വാല്യൂ -∞ നിന്ന് 1 വന്ന്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒറ്റ നോട്ടത്തിൽ ഒരു ഐഡിയ കിട്ടി. ആ 4 പോയിന്റ് വെച്ച് ഓക്കെ ഇവര് കൂടുവാണ്. ഇനി ജസ്റ്റ് ഇന്റർമീഡിയറ്റ് ആയിട്ട് x ഈക്വൽ ടു -3, x ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ ഇടയ്ക്കുള്ള ഒരു റേഞ്ച് മാത്രം എടുത്തിട്ട് നമ്മൾ നോക്കി, ഇവളുടെ ട്രെൻഡ് എങ്ങനെയാ. അപ്പൊ നോക്കിയപ്പോ നമുക്ക് എന്ത് കിട്ടിയ, ട്രെൻഡ് മനസ്സിലായി. കൂടുന്നതിന്റെ സ്റ്റഡി ആയിട്ടൊന്നുമല്ല കൂടുന്നേ, വേരിയേഷൻ ഉണ്ട്. ഒരു ഇത്ര പോയിന്റ് വരേക്കും പതിയെ കൂടിയിട്ട് പിന്നെ പെട്ടെന്ന് കൂടുക, അല്ലെങ്കിൽ ഇത്ര പോയിന്റ് വരേക്കും പെട്ടെന്ന് കൂടിയിട്ട് പിന്നെ പതിയെ കൂടുക. അപ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് വാല്യൂസ് എടുത്തപ്പോൾ നമുക്ക് ആ ഒരു നോളജും കിട്ടി. ഇത്രയും മാത്രമാണ് ഇപ്പൊ നമുക്കുള്ളത്. ഇത് y ഈക്വൽ ടു x+1 ഡിവൈഡ് ബൈ x+2 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കിട്ടിയാൽ അത് എങ്ങനെ ഇരിക്കുമെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നതാ. അതായത് നമ്മൾ അതിന്റെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ഏതാന്ന് നമുക്ക് മനസ്സിലായി. അത് വെച്ചിട്ട് നമ്മൾ രണ്ട് റേഞ്ച് ആക്കി, രണ്ട് റേഞ്ചിനോട് 4 വാല്യൂസ് എടുത്ത്, എന്നിട്ട് അവർ കൂടുവാന്നോ കുറയുവാന്നോ കണ്ടുപിടിച്ച്, എന്നിട്ട് രണ്ട് ഇന്റർമീഡിയറ്റ് വാല്യൂസോ 2ഓ 4ഓ എത്ര ഇന്റർമീഡിയറ്റ് വാല്യൂസും എടുത്ത് നോക്കുമ്പം അതിന്റെ ട്രെൻഡ് മനസ്സിലായി. ഫോർ ദ സിംപ്ലിസിറ്റി നമ്മളിവിടെ ഓരോ ഇന്റർമീഡിയറ്റ് പോയിന്റ്സേ എടുത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒരു ട്രെൻഡ് മനസ്സിലായി. ഓക്കെ, പക്ഷേ നമ്മളിവിടെ കണ്ടുപിടിച്ചെന്തോന്ന് ആക്ച്വലി ഏതാണ്ട് ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്ത് മൊത്തം 6 പോയിന്റ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ 6 പോയിന്റ് വെച്ചുകൊണ്ട് ഈ ഗ്രാഫ് വരയ്ക്കാൻ പറ്റുമെന്ന്? ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വെരിഫൈ ചെയ്യണം ഇത് സത്യമാണോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് നോക്കി ഫംഗ്ഷന്, അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവാ. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി, ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയപ്പോ ഈ ഗ്രാഫ് എല്ലായിടത്തും കൂടുക. നമ്മൾ ഈ പറഞ്ഞ വാല്യൂസ് എന്താണ് കറക്റ്റ് ആണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അഥവാ ഫസ്റ്റ് ഡെറിവേറ്റീവ് എവിടെയും നെഗറ്റീവ് ആണ് നമ്മൾ കണ്ടുപിടിച്ചാൽ തെറ്റുണ്ട്, കാരണം ഗ്രാഫ് താന്നു പോകുന്നുണ്ട്. പക്ഷെ ഇതല്ല, ഫസ്റ്റ് ഡെറിവേറ്റീവ് വന്ന പോസിറ്റീവ് ആണെന്ന് അർത്ഥം നമ്മൾ മൈൻഡ് വെച്ചതിനോട് ഗ്രാഫ് കൂടുന്നുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കൂടുന്നുള്ള ചിലപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആവാം, ബെൻഡ് ചെയ്ത് മേലോട്ട് പോവാം, ആ ബെൻഡിങ് തന്നെ പല രീതി വരാം. അപ്പൊ നമുക്കറിയില്ല. അപ്പൊ നമുക്കത് എങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നതെന്ന് അറിയണം. കാരണം നമുക്ക് ഓൾറെഡി ഇന്റർമീഡിയറ്റ് പോയിന്റോട് എടുത്തപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി, എന്ത് കൂടുന്നുണ്ട്, പക്ഷെ അത് വളരെ യൂണിഫോം ആയിട്ടൊന്നുമല്ല. ഒരു പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ വളരെ പതിയെ കൂടിയിട്ട് പിന്നെ പെട്ടെന്ന് കൂടുന്നു, അല്ലെങ്കിൽ ഒരു പോയിന്റ് തൊട്ട് ഒരു പോയിന്റ് വരെ പെട്ടെന്ന് കൂടിയിട്ട് പിന്നെ പതിയെ കൂടുന്നു. അപ്പൊ അതെങ്ങനെ കൂടുന്ന അറിയാൻ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത്. അപ്പൊ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ നമ്മൾ അതേ റേഞ്ച് തന്നെ ചെക്ക് ചെയ്തപ്പം അത് പോസിറ്റീവ് കിട്ടിയതിന്റെ അർത്ഥം എന്താ, അത് കോൺകേവ് ചെയ്താ പോകുന്നത്. ഓക്കെ, ഇതുപോലെ കോൺകേവ് ചെയ്താ പോകുന്നത്. ഓക്കെ, അതായത് സ്ട്രെയിറ്റ് ഇങ്ങനെ പോവല്ല, അല്ലാതെ ഇങ്ങനെ വളഞ്ഞു പോവല്ല, ഇങ്ങനെ കോൺകേവ് അപ്പായിട്ടാ പോകുന്നത്. അതുപോലെ തന്നെ ഈ റേഞ്ചിനുള്ളിൽ ഈ ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ കാണുന്ന -2 പ്ലസ് തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള റേഞ്ച് നോക്കുമ്പോൾ അവർ കോൺകേവ് ഡൗൺ ചെയ്താ പോകുന്നത്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി,
നമുക്ക് ആ ഗ്രാഫിനെ കുറിച്ച് ഓൾമോസ്റ്റ് ഓൾ നോളജ് കിട്ടി. അതായത് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഒറ്റ അടിക്കാൻ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലായി x=-2 പറ്റില്ല, നമ്മുടെ കോമൺ സെൻസ്. ആ ഡിസ്കണ്ടിന്യൂറ്റി മനസ്സിലായപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ട് റേഞ്ച് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയ റേഞ്ച് എന്താ? ഇവിടെ നമുക്ക് കിട്ടിയ റേഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ -∞ തൊട്ട് -2 മൈനസ് വരെ, -2 പ്ലസ് തൊട്ട് +∞ വരെ. ഈ രണ്ട് റേഞ്ചിൽ നമുക്ക് എന്ത് കിട്ടി? 4 പോയിന്റ്സ് കിട്ടി. -∞, -2 മൈനസും, -2 പ്ലസും, +∞. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 4 പോയിന്റ്സ് ഇട്ട് കൊടുത്ത് അവിടുത്തെ കറസ്പോണ്ടിങ് y വാല്യൂസ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു വേഗ ഐഡിയ കിട്ടി. ഓക്കെ, അതായത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലായിരുന്നപ്പോൾ y 1 എന്നും, എക്സ് എന്ത് -2 മൈനസിലോട്ട് വന്നപ്പം y ഇൻഫിനിറ്റിന്നും, അതുപോലെ തന്നെ രണ്ടാമത്തെ റേഞ്ചിൽ x ഇൻഫിനിറ്റി ആയിരുന്നപ്പം y 1 എന്നും, എക്സ് -2 പ്ലസ് ആയിരുന്നപ്പം വൈയുടെ വാല്യൂ -∞ എന്നും. അതായത് ആ രണ്ട് റേഞ്ചിൽ നിന്ന് നമുക്ക് 4 പോയിന്റ്സും കിട്ടി. ആ 4 പോയിന്റ്സിൽ നിന്ന് നമുക്ക് ജസ്റ്റ് എക്സ്ട്രീം വാല്യൂസ് കിട്ടി. അതായത് അങ്ങ് അറ്റത്തുള്ള വാല്യൂ എന്താ, ഇങ്ങ് അറ്റത്തുള്ള വാല്യൂ എന്താ, ഇത് മാത്രം കിട്ടി. ഈ വാല്യൂ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബേസ് ആയിട്ട് അവർ കൂടുവാന്നോ കുറയുവാന്നോ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. അതെങ്ങനെ? നമ്മുടെ ഇപ്പോഴത്തെ തന്നെ വാല്യൂസ് നോക്ക്. അതായത് ഇവിടെ കിട്ടിയ എന്തോന്നാ, 1 തൊട്ട് +∞ വരെ. ഇവിടെ കിട്ടിയ എന്തോന്നാ, -∞ തൊട്ട് 1 വരെ. അതിനർത്ഥം എന്താ? കോമൺ സെൻസ് വെച്ച് അവർ കൂടുവാന്ന്. ഇനി അവർ കൂടുവാന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്ത്? ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ച് കൺഫേം ചെയ്ത്. ഓക്കെ, എല്ലാ പോയിന്റിലും അവർ കൂടുന്നുണ്ടോ? ഫസ്റ്റ് ഡെറിവേറ്റീവ് പോസിറ്റീവ് കിട്ടിയോണ്ട് നമുക്ക് എന്ത് കിട്ടി? ആ റേഞ്ചിനുള്ളിൽ അവരെല്ലായിടത്തും കൂടുവാന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്ത് പറ്റി? ആ ഏതാണ്ട് ഒരു വേഗ ഐഡിയ കിട്ടി. ആ ഗ്രാഫ് എങ്ങനെ ഇരിക്കും? അതായത് ഇങ്ങ് അറ്റത്ത് ഇൻഫിനിറ്റിയിൽ അത് 1 സ്റ്റാർട്ട് ചെയ്യും. അങ്ങ് അറ്റത്ത് -2 -1 വരുമ്പോൾ അത് ഇൻഫിനിറ്റിയിലായിരിക്കും ഇരിക്കുന്നത്. അതുപോലെ -2 പ്ലസ് വരുമ്പോൾ അത് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലായിരിക്കും. അങ്ങ് എക്സ് പോസിറ്റീവ് ഇൻഫിനിറ്റി വരുമ്പോൾ y 1 ഇരിക്കുമെന്ന് നമുക്ക് ജസ്റ്റ് മൈൻഡിൽ ഒരു ഐഡിയ കിട്ടിയുള്ളൂ. പക്ഷെ ഗ്രാഫ് എങ്ങനെ ഇരിക്കുക സ്റ്റിൽ നമുക്ക് കിട്ടിയില്ല. ആ ഗ്രാഫ് കൂടുവാന്ന് നമുക്ക് മനസ്സിലായി. നമ്മളപ്പോൾ എന്ത് ചെയ്ത്? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത്. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ അത് നമുക്ക് പറഞ്ഞു തന്നു അത് കോൺകേവ് അപ്പാന്നോ ഡൗൺ ആണെന്ന്. സിമ്പിൾ. ഓക്കെ, സിമ്പിൾ. അതായത് ഈ 4 പോയിന്റ് കൊണ്ട് തന്നെ, രണ്ട് റേഞ്ചും 4 പോയിന്റ് കൊണ്ട് തന്നെ നമുക്ക് ആ ഗ്രാഫ് എങ്ങനെ ഇരിക്കും നമുക്ക് വരയ്ക്കാൻ പറ്റി. അത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടെ നമ്മൾ ഇന്റർമീഡിയറ്റ് പോയിന്റ് പോലും എടുത്തില്ല. ഓക്കെ, നമ്മൾ നേരത്തെ ഇന്റർമീഡിയറ്റ് പോയിന്റ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ഐഡിയ കിട്ടി യൂണിഫോം ആയിട്ടല്ലെന്ന്. പക്ഷേങ്കിൽ ഈ കേസിൽ നമ്മൾ ഇന്റർമീഡിയറ്റ് പോയിന്റ് പോലും എടുത്തില്ല. അങ്ങനെയും പറ്റും. അതായത് നമുക്ക് ആ രണ്ട് റേഞ്ച് മാത്രം കിട്ടിയാൽ മതി. ആ രണ്ട് റേഞ്ചും 4 പോയിന്റും കിട്ടിയാൽ ആ 4 പോയിന്റും ഉണ്ട് നമുക്ക് ആദ്യം ഒരു വേഗ ഐഡിയ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ചിട്ട് അവർ ആ റേഞ്ചിനുള്ളിൽ കൂടുവാന്നോ കുറയുവാന്നോ നോക്കും. അപ്പോൾ ഏതാണ് എക്സ്ട്രീം വാല്യൂസ് എന്ന് കിട്ടും. ഇവിടെ x=-∞ എക്സ്ട്രീം വാല്യൂ എന്ന് വൈയുടെ എക്സ്ട്രീം വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു. അല്ലെങ്കിൽ നിയർലി ഈക്വൽ ടു 1, അതിൻ്റെ അവസാനം പറയാം. അതുപോലെ x=-2 മൈനസിൽ വൈയുടെ എക്സ്ട്രീം വാല്യൂ എന്ന് പറഞ്ഞാൽ +∞ ആണെന്നും കിട്ടി. അതുപോലെ തന്നെ x=-2 പ്ലസിൽ വൈൻ്റെ വാല്യൂ -∞ ആണ്. x=∞ വൈയുടെ വാല്യൂ 1 ആണെന്നുള്ളൊരു വേഗ ഐഡിയ കിട്ടി. അപ്പോൾ എന്താ പറ്റും? നമുക്ക് കൂടുവാന്ന് മനസ്സിലായി. നമ്മൾ അതിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ച് കൺഫേം ചെയ്ത് അവർ ആ റേഞ്ചിനുള്ളിൽ കൂടുവാന്ന്. അപ്പോൾ എന്താ പറ്റും? നമുക്ക് കൂടുവാന്നേ പറയാൻ പറ്റും. അത് കൂടുന്നു എന്ന് പറയുന്നത് മേ ബി സിമ്പിൾ ആയിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ വളഞ്ഞ ഏത് ലൈനും ഉപയോഗിക്കാം. ഈ സ്പെസിഫിക് ലൈൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? സെക്കൻഡ് ഡെറിവേറ്റീവ് അങ്ങോട്ട് എടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്ത്? അവർ ആ റേഞ്ച് നോക്കിയപ്പോൾ കോൺകേവ് ഡൗൺ ആണെന്നും കോൺകേവ് അപ്പാന്നും കിട്ടി. അതായത് ബേസിക്കലി ഈ ഒരു നോളജ് വെച്ചിട്ട് നമുക്ക് ആ ഗ്രാഫിന്റെ ഒരു എക്സാക്ട് ഒന്നും നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും ആ ഗ്രാഫ് എങ്ങനെ ഇരിക്കുന്നതെന്ന്. അതിൻ്റെ അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരു ഗ്രാഫിന്റെ ഒക്കെ ഒരു നോളജ് കിട്ടുക എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ആ ഒരു ആക്ച്വൽ ഡിഫറൻസ് കണ്ടോ? നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞു വന്ന രീതി അനുസരിച്ച് നമ്മൾ ആദ്യം റേഞ്ച് പറഞ്ഞിട്ട് ഈ ഗ്രാഫ് കാണിച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തത്. പക്ഷെ നമ്മുടെ ആക്ച്വൽ സിനാരിയോയിൽ അങ്ങനെയല്ല. ആക്ച്വൽ സിനാരിയോയിൽ നമ്മൾ ആദ്യം ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് തപ്പും, പിന്നെ അതിന്റെ റേഞ്ച് എടുക്കും. റേഞ്ച് എടുത്തിട്ട് 4 പോയിന്റ്സ് തപ്പും. 4 പോയിന്റ്സിലെ വാല്യൂസ് കണ്ടുപിടിക്കും. വേണമെങ്കിൽ ഇന്റർമീഡിയറ്റ് പോയിന്റ്സിലെ വാല്യൂ കണ്ടുപിടിക്കും വേണമെങ്കിൽ. എന്നിട്ട് എന്ത് ചെയ്യാം? കണ്ടുപിടിച്ചാൽ ഇച്ചിരി കൂടെ ബെനിഫിറ്റ് ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും കോൺകേവ് അപ്പാന്നോ ഡൗൺ ആണോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് കൺഫേം ചെയ്യും. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്ത് അതിന്റെ ഷേപ്പ് ഓൾമോസ്റ്റ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ഗ്രാഫ് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ വരച്ചു വിടാൻ പറ്റും. മനസ്സിലായോ? എന്നിട്ടാണ് ലാസ്റ്റ് ആണ് ഗ്രാഫ് വരയ്ക്കുന്നത്. വേണമെങ്കിൽ മാത്രം ഇന്റർമീഡിയറ്റ് പോയിന്റ് എടുക്കുക. അതായത് ഇവിടെ കൂടിപ്പോയ ഒരു 4 പോയിന്റ്, മിനിമം ഒരു 4 പോയിന്റ്, അല്ലെങ്കിൽ ഒരു 6 പോയിന്റ്, 8 പോയിന്റ്, 10 പോയിന്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഗ്രാഫ് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ട്രൂ ബ്യൂട്ടി. മനസ്സിലായോ?
അല്ലാതെ ഈ പോയിന്റ് മൊത്തം ഇന്ന് പ്ലോട്ട് ചെയ്ത് വരച്ച് നോക്കേണ്ട ഈ ഗ്രാഫ് എങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ. ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് എടുത്താൽ നമുക്കൊരു ഐഡിയ കിട്ടും. അതായത് ഇപ്പൊ ചില ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷനാണ്, അപ്പൊ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് എടുക്കണമെന്ന് താല്പര്യമില്ല. പക്ഷെ നമ്മുടെ മൈൻഡ് സ്റ്റിൽ ഒരു ക്യൂരിയസ് ക്വസ്റ്റ്യൻ, ഇവര് യൂണിഫോം ആയിട്ട് തന്നെയാണോ പോകുന്നത് അതോ വളഞ്ഞു തിരിഞ്ഞു ആണോ പോകുന്നത്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റിലെ വാല്യൂ എടുക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും യൂണിഫോം അല്ല, അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തേ പറ്റൂ. അല്ല യൂണിഫോം ആയിട്ട് അല്ല സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആയി കിട്ടുന്നെങ്കിൽ ഓക്കെ, അവർ യൂണിഫോം ആയിട്ടാ പോകുന്നത്, കുഴപ്പമൊന്നുമില്ല എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. കാരണം തേർഡ് ഡെറിവേറ്റീവ് ഫോർത്ത് ഡെറിവേറ്റീവ് എല്ലാം ഇരിപ്പുണ്ട്. കാരണം അങ്ങനെ തെറ്റിദ്ധരിക്കില്ല, ഇതെല്ലാം ലൈൻ ബെൻഡിങ് കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ട്രൂ ബ്യൂട്ടി. ഓക്കെ, അതായത് നമുക്ക് ആ ഒരു മിനിമൽ പോയിന്റും റേഞ്ചും വെച്ചുകൊണ്ട് നമുക്ക് ആ ഗ്രാഫിനെ മൊത്തത്തിൽ വരയ്ക്കാം. ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. മേ ബി ഞാൻ ചിലപ്പോൾ ഭയങ്കര ഫാസ്റ്റർ ആയിട്ടായിരിക്കും ഈ പോയിന്റിൽ പോയത്, പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്നുകൂടെ ഒന്ന് റീവാച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. അതെന്താന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ടല്ലോ, x = -2, ഇത് ജന്മം ചെയ്താൽ ഈ ഇടത്തുനിന്ന് വരുന്ന ഫംഗ്ഷനും വലത്തുനിന്ന് വരുന്ന ഫംഗ്ഷനും തൊടാൻ പറ്റൂല. ഓക്കെ, അതാണ് ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടും ഉണ്ട്. അത് ഞാൻ ഡെലിബറേറ്റ്ലി ഇച്ചിരി മനഃപൂർവ്വമായിട്ട് പറഞ്ഞു വെച്ചാൽ തെറ്റാ. എന്താ വെച്ചാൽ ഈ കാണുന്ന ഗ്രീൻ ഡോട്ടൽ ലൈൻ ഒരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടാ. അതെന്താന്ന് ചോദിച്ചാൽ ഈ നീല ലൈൻ ഒരിക്കലും ഈ പച്ച ലൈൻ ഇവൻ തൊടാൻ പറ്റത്തില്ല. ഓക്കെ, അതിനൊരു കാര്യമുണ്ട്. എന്താന്ന് മനസ്സിലായോ? ടെക്നിക്കലി പോസിബിൾ ആണ്. താ നോക്ക്, എന്ത് -∞ ഡിവൈഡ് ബൈ -∞ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതുപോലെ +∞ ഡിവൈഡ് ബൈ +∞ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. പക്ഷെ ഇവിടെ എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താന്ന് മനസ്സിലായോ? അതായത് ഈ മേളില് ന്യൂമറേറ്ററിൽ ∞+1 ആ, ഡിനോമിനേറ്ററിൽ ∞+2 ആ. ഓക്കെ, സോ നമ്മൾ ഇൻഫിനിറ്റി എന്ന് പറയുന്ന നമ്മളിപ്പോ എക്സിന് ഇൻഫിനിറ്റിന്ന് ഇട്ട് കൊടുത്താൽ താഴെയും അതേ നമ്പർ തന്നെ ആയിരിക്കണം ഇട്ട് കൊടുക്കുന്നത്, അല്ലേ? അതായത് ഇപ്പൊ എക്സിന് ഇവിടെ ഇൻഫിനിറ്റിന്ന് കൊടുത്തു വന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് അത്രയും വലിയ നമ്പർ വേണ്ട. സോ അത്രയും വലിയ നമ്പർ ന്യൂമറേറ്ററിൽ കൊടുക്കുന്ന എക്സിൽ ഇടുന്ന ഡിനോമിനേറ്ററിൽ ഇടുന്ന എക്സിൽ ഇടുന്ന വാല്യൂ സെയിം ആയിരിക്കണമല്ലോ, അതെ, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം ആ ∞+1 ആണ് ന്യൂമറേറ്ററിൽ കിടക്കുന്നത്, ഡിനോമിനേറ്ററിലോ ∞+2. ഓക്കെ, അതായത് മേളിലുള്ള ടേമിനെക്കാട്ടിലും ഒരു 1 താഴെ എപ്പോഴും കൂടുതലാ. മനസ്സിലായോ? അതായത് ന്യൂമറേറ്ററിലുള്ളത് ഡിനോമിനേറ്ററിനെക്കാട്ടിലും ചെറുതാ. അതിന്റെ അർത്ഥം എന്താ? അതിനൊരിക്കലും 1 എത്താൻ പറ്റൂല, 1 താഴെ ആയിരിക്കും. ഓക്കെ, അത് ഇൻഫിനിറ്റ് റേഞ്ചിലോട്ടൊക്കെ പോകുമ്പോൾ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അതായത് 10 ലക്ഷം ഡിവൈഡഡ് ബൈ 10,01,000 എന്ന് പറയുന്നത് തമ്മിൽ വലിയൊരു വ്യത്യാസമില്ല. പക്ഷെ സ്റ്റിൽ അവരെ കൊണ്ട് 1 മുട്ടാൻ പറ്റത്തില്ല. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ ബേസിക്കലി ഈ കാണുന്ന പച്ച ലൈനും ഒരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ടാണ് ഇവിടെ. പക്ഷെ ഈ കാണുന്ന എന്താണ് റെഡും ബ്ലൂവും തമ്മിൽ അത്ര അഗ്രസീവ് അല്ല, കാരണം അവർക്ക് തൊടാനേ പറ്റത്തില്ല. ഇവർക്കും അങ്ങനെ തന്നെ തൊടാനേ പറ്റത്തില്ല, വേറെ കാര്യം. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ഒരു മിനിമം ഒരു മാക്സിമം ഒന്നും ഇല്ല ഈ പോയിന്റിന്, അത് മനസ്സിലായി. അതായത് ഇതിന് ബേസിക്കലി വന്നിട്ട് ക്രിട്ടിക്കൽ പോയിന്റ് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടുന്ന് കയറി വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വളഞ്ഞല്ലേ നേരെ മേലോട്ട് പോകുന്നത്, ഇവിടെയും നോക്കി ഇവിടം വരെ വന്നിട്ട് ഇവിടുന്ന് വളഞ്ഞിട്ടല്ലേ പിന്നെ മേളിൽ പോകുന്നത്, അപ്പൊ ഈ വളയുന്ന പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേന്ന്? അല്ല, ക്രിട്ടിക്കൽ പോയിന്റ് നമ്മൾ എന്താ അവിടെ പറഞ്ഞത്? അവിടെ വളഞ്ഞിട്ട് ലെഫ്റ്റിലും റൈറ്റിലും ഡിഫറൻസ് ഉണ്ട്. ഇവിടെ എന്തോന്നാ, ഇവിടെ ഈ പോയിന്റ് എടുത്തതിന്റെ ലെഫ്റ്റിലും കൂടി വന്നോണ്ടില്ല, റൈറ്റിലും കൂടി വന്നോണ്ടിരിക്കുക. സോ ആ പോയിന്റിൽ വെച്ച് ബേസിക്കലി ആ റേറ്റ് ഒന്ന് ചേഞ്ച് ആവുന്നതേ ഉള്ളൂ, അല്ലാതെ ഡ്രാസ്റ്റിക് ആയിട്ട് ഡിഫറൻസ് ഒന്നും ഇല്ല. അതായത് ലെഫ്റ്റിൽ കുറഞ്ഞും റൈറ്റിൽ കൂടിയും പോകുന്നതല്ല. ഇതൊരു യു ഷേപ്പ് അല്ല ഈ ഇരിക്കുന്നത്. ഓക്കെ, തെറ്റിദ്ധരിക്കല്. എന്താ സ്ക്രീൻ ചരിച്ചു വെച്ചിട്ട് യു ആയിട്ട് നോക്കിയാൽ പോലെ, ഇത് യു അല്ല. അതായത് ഇപ്പൊ ഈ പോയിന്റ് എടുക്കുന്നെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ കൂടി വന്നോണ്ടിരിക്കുക, ആ പോയിന്റ് കണ്ട് കൂടി വന്നോണ്ടിരിക്കുക. അതായത് ബേസിക്കലി ആ പോയിന്റ് മുന്നിലും ആ പോയിന്റ് പുറമോട്ടും കൂടിക്കൊണ്ടേയിരിക്കുക. ആ പോയിന്റ് വെച്ച് റേറ്റ് ഓഫ് ചേഞ്ച് ഒന്നും കൂടിയെന്നേ ഉള്ളൂ. സോ അതിനെ ക്രിട്ടിക്കൽ പോയിന്റ് ഒന്നും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ബേസിക്കലി വന്ന് ഈ ഫംഗ്ഷന് ക്രിട്ടിക്കൽ പോയിന്റേ ഇല്ല. ഈ ഫംഗ്ഷൻ ആ പാടിലുള്ള 2 അസിംപ്റ്റോട്ടാ, ഒന്നൊരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്, ഒന്നൊരു ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. മനസ്സിലായോ? ഞാൻ ഈ എക്സാമ്പിൾ എന്തിനാ എടുത്തതെന്ന് ചോദിച്ചാൽ ഗ്രാഫ് ട്രാവേഴ്സൽ, അതായത് എങ്ങനെ നമുക്കൊരു ഇത് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും, അല്ലെ എങ്ങനെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അതിന്റെ ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് ചില ഗ്രാഫിന്റെയൊക്കെ ഐഡിയ കിട്ടിയാൽ നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റും അവളുടെ മിനിമം മാക്സിമം ഒക്കെ എവിടെയാണ്. വലുതായിട്ട് കമ്പ്യൂട്ടർ ഒന്നും ചെയ്യണ്ട. മനസ്സിലായി? അതെന്താ ഇനി പറഞ്ഞു തരാം. ഇനി അങ്ങോട്ട് പോകുന്നതിൽ വേറൊരു എക്സാമ്പിൾ കൂടെ വെച്ചിട്ട്, ഇത് സിമ്പിൾ ആണ്. y = x+1 ഡിവൈഡ് ബൈ x+2 എന്ന് പറയുന്ന ഫംഗ്ഷൻ സിമ്പിൾ ആണ്.